നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഉൾപ്പെട്ട മാസപ്പടി കേസ് ആവിയായെന്ന് കരുതിയിരിക്കെ കേന്ദ്രം പിടിമുറുക്കുന്ന സൂചന നൽകുന്നതോ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. ആദായ നികുതി വകുപ്പ് 135 കോടിയുടെ ക്രമക്കേടാണ് CMRL നടത്തിയതെന്ന് കണ്ടെത്തിയതെങ്കിൽ SFIO അന്വേഷണത്തിൽ കൂടുതൽ സീരിയസ് ഫ്രോഡുകൾ കണ്ടെത്തി. 135 നിന്ന് 185 കോടിയിലേക്ക് അഴിമതി ഉയർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്നത്, പൊതുപണം ദുരുപയോഗം ചെയ്തത്, സങ്കല്പിക്കാൻ പോലുമാകാത്തത് തുടങ്ങിയ വർണ്ണനകളാണ് മാസപ്പടി ഇടപാടിനെക്കുറിച്ചുള്ളത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി സേവനം നൽകാതെ കൈപ്പറ്റിയ 1.72 കോടിയും രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കൈപ്പറ്റിയ കോടികളും ഇതിൽ പെടുന്നതായി കേന്ദ്രം പറയുന്നു. BJP CPM രഹസ്യധാരണയിൽ മറ്റന്വേഷണങ്ങൾ പോലെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ മാസപ്പടി കേസിലെ അന്വേഷണവും താളം തെറ്റുന്നുവെന്ന ആരോപണം തെറ്റെന്ന് തെളിയുകയാണോ? മാസപ്പടി കേസിൽ അന്വേഷണം ശരിയായ ദിശയിലേക്കോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് നേതാവ് ശ്രീ ജിൻഡോ ജോൺ, BJP നേതാവ് ശ്രീ ഷോൺ ജോർജ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഈ SFIO അന്വേഷണത്തിലൊന്നും ഒരു കാര്യവുമില്ല, ഒന്നും കണ്ടെത്താൻ പോകുന്നില്ല. അതുമാത്രമല്ല, അവിടെ ഒരു CPM BJP ഡീലുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി കൂടി ഉൾപ്പെട്ട ഒരു കേസായതിനാൽ ഇതിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞെടുത്തതെന്നാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ വളരെ സീരിയസ് ആയ ഒരു ഫ്രോഡാണ് CMRL നടത്തിയിരിക്കുന്നത്. അതിൽ KSIDCയുടെ ഓഹരി പങ്കാളിത്തം ഉള്ളതുകൊണ്ട്, CMRL ഉള്ളതുകൊണ്ട് അത് പൊതുപണം ദുരുപയോഗപ്പെടുത്തി എന്ന രീതിയിലാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അഴിമതിയുടെ തോതും ഉയർന്നിരിക്കുകയാണ്. 135 കോടിയിൽ നിന്ന് 185 കോടിയുടെ ക്രമക്കേടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത്ര സീരിയസ് അല്ലാത്ത ഒന്നല്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ ഇത്? ഇത് ഈ പറഞ്ഞ പർവിയിൽ വരുന്ന കാര്യങ്ങളല്ല. അതിനകത്ത് നിങ്ങൾ ആ ഇൻഡെക്സ് ഒക്കെ പരിശോധിക്കണം. ആ കേസിലേക്ക് ഞാൻ അടുത്ത ഘട്ടം കിടക്കാം. സത്യം കമ്പ്യൂട്ടേഴ്സ്, സഹാറൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചില കേസുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ കണ്ടെത്തൽ എന്താ? 185 കോടി രൂപ അവർ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് സർവൻസ്, ഗവൺമെന്റ് ഫങ്ഷണറീസ്, ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ്, പൊളിറ്റീഷ്യൻസ്, മീഡിയാസ്, ഇവർക്ക് എല്ലാവർക്കും കൂടെ 185 കോടി രൂപ പല കാര്യങ്ങൾ സ്വാധീനിക്കാനായിട്ട് കൊടുത്തുവെന്നാണ്. ഈ സംഭാവന കൊടുക്കുന്നതും സംഭാവന വാങ്ങിക്കുന്നതും തെറ്റാണെന്ന് ഇന്ത്യയിൽ ഒരു നിയമവുമില്ല. ഞങ്ങൾ എല്ലാവരും സംഭാവന വിരിക്കുന്നവരാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഭാവന വിരിക്കുന്നതാണ്. സംഭാവന വാങ്ങിക്കുന്നതിനെതിരെ കേസെടുക്കാൻ പറ്റത്തില്ല, സംഭാവന കൊടുക്കുന്നതിനെ കേസെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഒരു ഇഷ്യൂ ഉള്ളത്, CMRL കൊടുത്ത ഈ പണത്തിനകത്ത് 13.5% KSIDCക്ക് അതിനകത്ത് ഓഹരിയുണ്ട്. അപ്പോൾ KSIDCയുടെ അനുവാദം ഉണ്ടായിരിക്കണം. ആ സാമ്പത്തിക നഷ്ടം ഗവൺമെന്റിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. അതാണ് ഇതിനകത്തുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ നടപടി എടുക്കാവുന്നത് CMRLനെതിരെ വേണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പണം നഷ്ടപ്പെടുത്തിയതിന് അവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാം. അത് സംഭാവന കൊടുത്തത് അവർ പല രസീതുകൾ എഴുതി, പല രേഖകൾ കാണിച്ചോ, കള്ള ചെലവുകൾ കാണിച്ചോ ഒക്കെയാണ്, മറ്റു ചെലവുകൾ കാണിച്ചോ ഒക്കെയാണ് അവർ സംഭാവന കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഫ്രോഡിനകത്തും വരും. കാര്യം നേരിട്ടുള്ള ചെലവല്ല, മറ്റു ചെലവുകൾ കാണിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർക്കോ നിങ്ങൾക്ക് പത്രമാധ്യമങ്ങൾക്ക് ഒക്കെ സംഭാവന നേരിട്ട് നൽകുന്നു. അപ്പോൾ അത് ഫ്രോഡിനകത്ത് വരും. അപ്പൊ അത് വെച്ച് കേസെടുക്കാൻ പറ്റുന്നത് ഈ കമ്പനിക്കെതിരെയാണ്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, BJPയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, മറ്റു മീഡിയ പേഴ്സൺസിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്ക് സംഭാവന കൊടുത്ത പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതായിട്ട് താങ്കൾ അത് വായിച്ചോ എന്നറിയില്ല. ഞാൻ താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അതിൽ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുമുണ്ട്, അതുപോലെ തന്നെ IT ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട്. ഇത് രണ്ടും ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇത് CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ കേസ് അന്വേഷിക്കാൻ SFIOയ്ക്ക് അധികാരമില്ല, അതുകൊണ്ട് ഈ അന്വേഷണം റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ. അതിന് പല ഗ്രൗണ്ടുകളും അവർ പറഞ്ഞിരുന്നു. അതിൽ ഓരോ ഗ്രൗണ്ട് എടുത്ത് പറഞ്ഞുകൊണ്ട് അതെന്തുകൊണ്ട് അങ്ങനെയല്ല
എന്ന് സ്ഥാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അവിടെ ഞാൻ ചോദിച്ചത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനൊക്കെ വെറുതെ മുഖ്യമന്ത്രിയെയും മകളെയും കരിവാരി തേക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അങ്ങനെ വരുന്നതാണ്. അത് മുൻപുണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഒരു തുടർച്ച എന്ന് മാത്രമേ കരുതാൻ പറ്റുകയുള്ളൂ. അതായത് മുൻപ് പല കേസുകളിലും നടന്നിട്ടുള്ള അന്വേഷണം പോലെ ഉള്ള ഒരു കേന്ദ്ര അന്വേഷണം എന്ന്. പക്ഷേ ഇത് വായിച്ചു നോക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ കേന്ദ്രം സമീപിക്കുന്നുണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാവുക. കാരണം ഈ അഴിമതിയുടെ തോത് പോലും നേരത്തെ IT വകുപ്പ് കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ കണ്ടെത്തിയിട്ടുണ്ട് SFIO എന്ന രീതിയിലേക്ക് പോവുകയാണ്. പിന്നെ ഇത് സംഭാവന എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി 1.72 കോടി വാങ്ങിയത് സംഭാവനയൊന്നുമല്ലല്ലോ. അതൊരു സേവനം നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. സേവനം നൽകാതെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്മേലാണ് അന്വേഷണവും നടക്കുന്നത്. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞല്ലോ. അത് എഗ്രിമെന്റ് വഴി CMRL മറ്റൊരു 2 രജിസ്റ്റേർഡ് കമ്പനികൾ എഗ്രിമെന്റ് വഴി പണം കൊടുക്കുന്നു. സേവനം കിട്ടിയില്ലെങ്കിൽ അവർക്ക് അഗ്രീവ്ഡ് പേഴ്സൺസ് ക്യാൻ അപ്രോച്ച് ദ കോർട്ട് എന്നാണ് സിവിൽ ലായിൽ പറയുന്നത്. ഞാനിപ്പോൾ മഞ്ചേഷ് നടത്തുന്ന ഒരു കമ്പനി ഞാനും കൂടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ എന്റെ എഗ്രിമെന്റ് പ്രകാരം അതിൽ നിന്ന് മഞ്ചേഷ് വയലേറ്റ് ചെയ്താൽ എനിക്ക് കോടതിയെ സമീപിക്കാം. അതാണ് അവിടുത്തെ നിയമം. അല്ല, ആ എഗ്രിമെന്റ് പ്രകാരം ബാങ്ക് വഴി ഞാൻ മഞ്ചേഷിന് പണം തന്നാൽ അത് സീരിയസ് ഫ്രോഡിനകത്ത് വരത്തില്ല. ആ പണം നഷ്ടപ്പെട്ടയാൾക്ക് എനിക്ക് സേവനം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കോടതി സമീപിക്കാം. CMRL അവർക്ക് അല്ല, ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഫേവറുകൾ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പണം കൊടുത്തിരിക്കുന്നത് എന്ന് ആദ്യ ഘട്ടത്തിൽ നടത്തിയ അന്വേഷണ സമയത്ത് മൊഴി കൊടുത്തത് ഈ CMRLന്റെ പ്രതിനിധികൾ തന്നെയാണ്. അതായത് ഈ വരുന്നത് മുഴുവൻ ഈ 185 കോടിയിൽ 1.72 കോടിയെ എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഈ കമ്പനിക്ക് ഫേവർ കിട്ടുന്നതിന് വേണ്ടി ഓരോ രാഷ്ട്രീയ നേതാക്കൾക്കും കൊടുത്തിരിക്കുന്ന തുകകളാണ്. അതും ഉൾപ്പെടുന്നു. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, മറ്റ് സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ CMRL നടത്തിയിരിക്കുന്ന ഒരു വലിയ ഫ്രോഡാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ അവരുടെ ചെലവിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഈ മാലിന്യം സംസ്കരിക്കുന്ന കാര്യത്തിൽ പോലും ഇത് വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള വിവിധ ഹെഡുകളിലേക്ക് ഈ തുക ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അവരുടെ ഒരു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു എന്നും പറയുകയാണ്. അപ്പോൾ ഇത് പൊതുസമൂഹത്തിന് ഇപ്പോൾ ഒരു ധാരണ ഉണ്ടായി. CMRL എന്ന കമ്പനി അവർക്ക് ഫേവർ കിട്ടുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കും ഒക്കെ പണം നൽകിയിട്ടുണ്ട്. അത് സംഭാവനയോ ഈ നൽകാത്ത സേവനത്തിനുള്ള തുകയോ എന്നൊക്കെ പറയാമെങ്കിലും ഇത് പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന്. പിന്നെയുള്ളത് കേന്ദ്ര അന്വേഷണമാണ്. കേന്ദ്രം നല്ല രീതിയിൽ അന്വേഷിച്ചാൽ അവർക്ക് കൊള്ളാം. കാരണം ഒരു നല്ല ഇമേജ് കിട്ടും ഇക്കാര്യത്തിൽ. ആ കമ്പനിയുടെ കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവരാം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഒരു പൊതുധാരണ. പക്ഷേ ഇപ്പോൾ SFIO അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് കേന്ദ്രം പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ കേസിലെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കാം. ഇത് കേന്ദ്രം കൊടുത്ത റിപ്പോർട്ടല്ലേ, അല്ലാതെ കേന്ദ്രം കൊടുത്ത കൗണ്ടർ അഫിഡവിറ്റ് ആണ്. ഹൈക്കോടതിയിൽ നമ്മളൊരു പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ എപ്പോഴും അതിനോട് അഫിഡവിറ്റ് ഉണ്ടാവും. അതിന് കൗണ്ടർ അഫിഡവിറ്റ് കേന്ദ്രം കൊടുത്ത് തീർച്ചയായിട്ടും അനുകൂലമായിട്ട് കൊടുക്കൂ. CMRL കൊടുത്തതിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ വീണാ വിജയൻ കൊടുത്ത കേസിന് അനുകൂലമായിട്ടോ കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കില്ല. കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിച്ചു കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ പണം കൊടുത്തു എന്നാണ്. അപ്പൊ പണം കൊടുത്തു, അത് ഫ്രോഡാണ്, യാതൊരു തർക്കവുമില്ല. മറ്റ് ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ച് അവർ രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തു. രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന കൊടുക്കുന്നത് CMRL മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളും കോടാനുകോടി രൂപ മസാല ബോണ്ട് വഴി കൊടുത്ത ഈ അടുത്ത സമയത്ത് പുറത്തു വന്നില്ലേ. അതുകൊണ്ട് സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഫ്രോഡ് വഴിയാണ് കൊടുത്തെങ്കിലും CMRLനെതിരെ SFIO അന്വേഷണം നിൽക്കും. ഈ പറഞ്ഞ പൊളിറ്റീഷ്യൻസിനെതിരെയോ പാർട്ടിക്കാർക്കെതിരെയോ നിങ്ങളുടെ മീഡിയ പേഴ്സൺസിനെതിരെയോ യാതൊരു വിധമായി നിൽക്കില്ല. കാര്യം അവർ സംഭാവനയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം. വേറെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടുത്തെ അബ്കാരി കോൺട്രാക്ടർമാർ എക്സാലോജിക്കിനെതിരെ താങ്കൾ പറഞ്ഞതുപോലെ ഈ സേവനം കൈപ്പറ്റിയ കമ്പനിക്ക് പരാതിയില്ല. അതായത് CMRLന് പരാതിയില്ലാത്തത് കൊണ്ട് നിൽക്കില്ല എന്നാണല്ലോ വാദം. നിൽക്കത്തില്ല. CMRL പരാതിയില്ല. CMRL പരാതി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മഞ്ചേഷുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ആണ്. കള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ശരിയാ. ബാങ്ക് വഴി മഞ്ചേഷിന്റെ ഒരു രജിസ്റ്റേർഡ് ഫേമാണ് ഇത്. എക്സാലോജിക്ക് രജിസ്റ്റേർഡ് കമ്പനിയാണ്. ആ രജിസ്റ്റേർഡ് കമ്പനിയിലേക്ക് പണം ബാങ്ക് വഴി ഒരു എഗ്രിമെന്റ് പുറത്ത് കൊടുക്കുന്നു. സിവിൽ കേസിന്റെ എഗ്രിമെന്റ് എന്താ പറയുന്നത്? എഗ്രിമെന്റിന് വയലേഷൻ വന്നു കഴിഞ്ഞാൽ ആരാണോ വയലേറ്റ് ചെയ്യുന്നത് അയാൾക്കെതിരെ സിവിൽ കേസിന് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം, ആ പണം ഈടാക്കാൻ കേസ് കൊടുക്കാം. അതാണ് നടപടി. അതിനകത്ത് അത് സീരിയസ് ഫ്രോഡിലൊന്നും വരുന്നതല്ല. നേരിട്ട് എഗ്രിമെന്റ് വഴി അല്ലാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തതാണ്. ഒരുപാട് ചർച്ച ചെയ്തതാണ്. ശ്രീ ഷോൺ ജോർജ്, എന്തെങ്കിലും പുതുമ SFIO അന്വേഷണത്തെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ ഉണ്ടോ? ഈ 135 കോടിയായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത്. പക്ഷേ 185 കോടിയിലേക്ക് ഇതിൽ സംഖ്യ മാറിയിട്ടുണ്ട്. അത്രയും ക്രമക്കേടുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ റിപ്പോർട്ടിൽ.
എനിക്ക് മുമ്പ് സംസാരിച്ച സഹ പാനലിസ്റ്റ് അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഇതത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. വീണ വിജയന്റെ എക്സാലോജി കമ്പനി അവരുമായിട്ട് ഒരു എഗ്രിമെന്റ് വെക്കുകയും ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ പണം എന്തുകൊണ്ട് ഇവിടെ ഒരു ക്രൈം ആവും, അതെങ്ങനെ ഒരു ഫ്രോഡ് ആവും? PCIT അന്വേഷണ ഏജൻസി, ഇപ്പൊ അതും കേന്ദ്ര സർക്കാരിന്റെ ആണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കേണ്ടി വരും തീർച്ചയായിട്ടും. പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി, അവരാണല്ലോ ഇത് സംബന്ധിച്ച് ആദ്യം അന്വേഷണം നടക്കുന്നത്. അവരുടെ അന്വേഷണത്തെ ശരിവെച്ചുകൊണ്ട് CMRL കമ്പനി ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റി, ഞങ്ങൾ ടാക്സ് വെട്ടിപ്പ് നടത്തി, അതിനകത്ത് തിരിമറി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുള്ള കണക്കുകളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് സെറ്റിൽമെന്റിന് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷയുടെ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി 2023 ജൂൺ മാസത്തിൽ പുറത്തു വരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയും ഇതിനകത്ത് 1,72,00,000 രൂപ കൈപ്പറ്റിയിട്ടുള്ളതായിട്ട് നമുക്ക് പുറം ലോകം അറിയുന്നത്. ആ വിഷയത്തിന് അത് പുറത്തു വന്നു, അത് നിയമസഭയിൽ വന്നു. അതിനുശേഷം കമ്പനീസ് ആക്ട് സെക്ഷൻ 210 അനുസരിച്ചും 212 അനുസരിച്ചുള്ള എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. സമാന്തരമായ അന്വേഷണം ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ SFIO അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഞാനാണ്. തീർച്ചയായിട്ടും അന്ന് ആ കോടതി കേസ് നിൽക്കുന്ന സമയത്ത് തന്നെ 210 എൻക്വയറി പ്രഖ്യാപിച്ചു. അതിനുശേഷം എന്തുകൊണ്ട് SFIO ഇല്ല എന്നുള്ള ചോദ്യം കോടതി ചോദിച്ചപ്പോൾ തന്നെ അതിനുള്ള മറുപടി 10 ദിവസം സമർപ്പിക്കാമെന്ന് പറഞ്ഞതിന് മുമ്പായി തന്നെ കേന്ദ്ര സർക്കാർ SFIO അന്വേഷണം പ്രഖ്യാപിച്ചു. ഇവിടെ എങ്ങനെയാണ് ഫ്രോഡ് സംഭവിച്ചിട്ടുള്ളത്? ഇതിനകത്ത് ഇപ്പുറം വന്നിട്ടുള്ള അഫിഡവിറ്റിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം 135 അല്ല 185 കോടി രൂപയുടെ തിരിമറി ഉണ്ട് എന്ന് ഇവിടെ SFIO കണ്ടെത്തിയിരിക്കുന്നത്. കാരണം അവരുടെ എല്ലാ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏറെക്കുറെ അവരുടെ ഫിനാൻസ് ഓഫീസറിനെ 11 പ്രാവശ്യവും കണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹമാണ് അത് മുഴുവൻ, സുരേഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. സുരേഷ് കുമാറിനെ 11 പ്രാവശ്യമാണ് SFIO ചോദ്യം ചെയ്തിട്ടുള്ളത്. ആ ചോദ്യം ചെയ്യലിനും അവര് ഏറ്റവും ആദ്യം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ച 3ാമത്തെ ദിവസം തന്നെ അവര് CMRL കമ്പനി റെയ്ഡ് ചെയ്തിരുന്നു. അവരുടെ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിന്നും അവരുടെ കണക്കുകളിൽ നിന്നും തീർച്ചയായിട്ടും അതിനകത്ത് നടന്നിട്ടുള്ള തിരിമറിയെ സംബന്ധിച്ച് SFIOക്ക് കൃത്യമായ വിവരം ലഭിക്കാതെ 135 എന്ന് പറയുന്ന ഒരു സംഖ്യ 185 പോകില്ല. പ്രത്യേകിച്ചും കോടതിയുടെ മുമ്പിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഫയൽ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ തീർച്ചയായിട്ടും ഇനി അവരുടെ റിപ്പോർട്ടിൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കേണ്ട ഉത്തരവാദിത്വം SFIOക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SFIOയുടെ റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നത്. മാത്രമല്ല, ഇന്ന് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു വിഷയം, PCITയുടെ റിപ്പോർട്ടിൽ, അതിനുശേഷം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ നമ്മുടെ അവരുടെ ഈ സെറ്റിൽമെന്റ് റിപ്പോർട്ടിൽ, അതിനുശേഷം ഇപ്പോൾ SFIOയുടെ റിപ്പോർട്ടിൽ, ഇതിനകത്തെല്ലാം കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജി കമ്പനി ഒരു കാരണവശാലും ഒരു സേവനവും ഇവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടില്ലാത്ത സേവനങ്ങൾക്ക് ഈ കമ്പനിയുമായി റിലേറ്റ് ചെയ്ത പ്രൊമിനന്റ് പേഴ്സൺ, ഇപ്പോ എക്സാലോജി കമ്പനി ഒരു സിംഗിൾ ഡയറക്ടർ കമ്പനിയാണ്. വീണ വിജയൻ മാത്രം ഉടമസ്ഥയായിട്ടുള്ള ഒരു കമ്പനിയുടെ റിലേറ്റഡ് പ്രൊമിനന്റ് പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പിണറായി വിജയൻ മാത്രമാണ്. അതിനകത്ത് കണക്കിനകത്ത് PV എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പ്രൊമിനന്റ് പേഴ്സൺ എന്ന് പറയുന്നത് PV ആണെന്ന് തെളിയിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് റിയാസ് ആയിരിക്കണം പ്രൊമിനന്റ് പേഴ്സൺ. പക്ഷേ ഈ പറയുന്ന 2019 ഈ ഫ്രോഡ് നടന്നു എന്ന് പറയുന്ന 2019 കാലഘട്ടങ്ങളിൽ മുഹമ്മദ് റിയാസ് ഒരിക്കലും വീണയുടെ ഭർത്താവല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റിയാസിനെ ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഉള്ളത് പ്രൊമിനന്റ് പേഴ്സൺ, ഞങ്ങളുടെയൊക്കെ അറിവിൽ സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ പ്രൊമിനന്റ് പേഴ്സണ് ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മുമ്പ് ചർച്ച ചെയ്യുന്നതിനും അപ്പുറമായിട്ട് ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ കേസ് അന്വേഷണം ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇത് സാധാരണ മുൻപ് കേന്ദ്ര അന്വേഷണങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഇടപാടുകളിൽ ഉണ്ടായതുപോലെ തന്നെ ഉള്ള ഒരു അന്വേഷണം. കാരണം ഈ 8 മാസത്തെയാണല്ലോ ഒരു കാലയളവ് വെച്ചിരുന്നത്. പക്ഷേ അതിനുള്ളിൽ അന്വേഷണം തീരുന്നുമില്ല. ഇതൊക്കെ കൊണ്ട് ഈ അന്വേഷണം ഇങ്ങനെ നീണ്ടുപോകും എന്ന രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു പൊതുസമൂഹത്തിൽ. ഇപ്പോഴും അങ്ങനെ സംശയിക്കുന്നവരുണ്ട്. കാരണം ഇത് വെറുതെയാണ് ഈ അന്വേഷണം എന്നൊന്നും കണ്ടെത്താൻ പോകുന്നില്ല എന്ന്. അപ്പോൾ അവർ പറയുന്ന ന്യായം തെറ്റാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഈ റിപ്പോർട്ടിലും പിന്നെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിലും? തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിന്റെ ജനുവരി 31 ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം കഴിഞ്ഞ ഒരു വർഷം, ഇപ്പം ഏറെക്കുറെ ജനുവരി അടുത്ത ഒരു വർഷമാകുന്നു. ഈ ഒരു വർഷക്കാലത്തിനിടയിൽ കേരള ഹൈക്കോടതിയിലും ബാംഗ്ലൂർ ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലുമായി 5 കേസുകൾ 3 കമ്പനികൾ ഈ കേസിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനും സ്റ്റേ ചെയ്യാനും വേണ്ടി നടന്നു. ആ കേസുകളെ മുഴുവൻ തരണം ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെയും SFIOയുടെയും ഉറച്ച നിലപാടുകൾ കൊണ്ടായിരുന്നു. ഇത് എവിടെയെങ്കിലും തോന്നി, ഞാൻ തീർച്ചയായിട്ടും ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ ഞാൻ എല്ലായിടത്തും കക്ഷി ചേർന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഡൽഹി ഹൈക്കോടതി ഞാൻ
ഏറ്റവും അവസാനം ഹിയറിംഗ് നടന്നത് ഡിസംബർ 23-ാം തീയതിയാണ് ഫൈനൽ ഹിയറിംഗ് നടന്നത്. അന്ന് കോടതി എനിക്ക് 5 മിനിറ്റ് അനുവദിച്ചിരുന്നു എൻ്റെ കക്ഷി ചേരുന്നതിന്. കാരണം CMRൽ ഡൽഹി ഹൈക്കോടതി ഫയൽ ചെയ്ത കേസിൽ ഈ കേസ് ഷോൺ ജോർജും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ കേസെന്നും ഈ കേസ് നിലനിൽക്കുന്നു ഇല്ല എന്നായിരുന്നു അവരുടെ കണ്ടീഷൻ. അവരുടെ പെറ്റീഷനിൽ 52 പ്രാവശ്യം ഷോൺ ജോർജ് എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കക്ഷി ചേരാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞാൻ കക്ഷി ചേരാൻ അപേക്ഷ കൊടുത്തപ്പോൾ എന്നെ കേൾക്കുവാനായിട്ട് 23-ാം തീയതി എനിക്ക് 5 മിനിറ്റ് അനുവദിച്ചു. പക്ഷേ CMRന്റെ ഹിയറിംഗ് ആയിരുന്നു അത്. അതിനുശേഷം SFIOയ്ക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ അന്ന് വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള അഭിഭാഷകരാണ് അപ്പിയർ ചെയ്തു. SFIOയുടെ നിലപാടുകൾക്ക് ശേഷം പിന്നെ ഞാൻ വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അത് ജഡ്ജ്മെന്റിനെ റിസർവ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കുള്ള 5 മിനിറ്റ് ഞാൻ വേണ്ടെന്ന് വെച്ചു. കാരണം എനിക്ക് പറയാനുള്ളത് മുഴുവൻ, ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും SFIOയുടെ അഭിഭാഷകൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഡൽഹി ഹൈക്കോടതിയിൽ എനിക്ക് ലഭിച്ച 5 മിനിറ്റ് ഞാൻ ഉപേക്ഷിച്ച് തിരിച്ചു പോരുകയാണ്. കാരണം അത്രമാത്രം ഗംഭീരമായി ഈ കേസിന്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ 1 വർഷക്കാലവും പൊതുസമൂഹത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ പഴി എന്ന് പറയുന്നത്, ഞാൻ ഈ പരാതി കൊടുക്കുമ്പോൾ ഞാൻ BJPയിൽ അംഗമല്ല, ഞാനിപ്പോ BJPയുടെ ഒരു പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ടിയും CPM തമ്മിൽ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമെന്ന് നിരന്തരമായി കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നതിനെ ഞാൻ കഴിഞ്ഞ 1 വർഷമായി മറുപടി പറയേണ്ട സാഹചര്യം. ഞാൻ ഉറച്ചു പറയട്ടെ, എന്റെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും, ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്റെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും ഈ വിഷയത്തിൽ എനിക്ക് ഈ കഴിഞ്ഞ 1 വർഷക്കാലം ഉറച്ച പിന്തുണയാണ് തന്നിട്ടുള്ളത്. മാത്രമല്ല ഇനി ഈ കോടതിയിൽ ഇത്രമാത്രം കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് ഇതിനകത്ത് ഫ്രോഡ് നടന്നിട്ടുണ്ടെന്നും ഇതിനകത്ത് എക്സാലോജിക്കും അതുപോലെ CMRലും കൃത്യമായ കുറ്റവാളികളാണോ എന്ന് കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസി കോടതിയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇനിയും കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയിച്ചാൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയും. ശരി ജിൻഡോ അത് കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തുന്ന ഒന്നാണ് ഷോൺ പറഞ്ഞത്. കാരണം കോൺഗ്രസ് ആണ് അങ്ങനെ ഒരു ആരോപണം പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. അതായത് ഇത് വെറുതെയാണ്, ഇത് CPMും BJPയും തമ്മിലുള്ള ഒരു ഡീല് മാത്രമാണ്, ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ആ പിക്ചറിലുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും സംഭവിക്കുകയില്ല എന്ന്. പക്ഷേ ഷോൺ പറയുന്നു വളരെ സീരിയസ് ആയിട്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുവെന്ന്. അതിന് തെളിവാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടും. SFIO അന്വേഷണത്തിൽ നേരത്തെ IT കണ്ടെത്തിയ 135-ൽ നിന്ന് വീണ്ടും സംഖ്യ ഉയർന്നിട്ടുണ്ട്. 185 കോടിയിലേക്ക് അഴിമതിയുടെ കണക്ക് വന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന ഒരു ഇടപാട്, സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഇടപാട്, ഇങ്ങനെ ഒരുപാട് വർണ്ണനകളും നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാർ. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് തിരിച്ചെടുക്കേണ്ടി വരുമോ? ശ്രീ മഞ്ജുഷ്, അതിൽ കോൺഗ്രസ് പറഞ്ഞ ഒരു ആക്ഷേപവും തിരിച്ചെടുക്കേണ്ടി വരില്ല. ഷോൺ ജോർജ് അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു പരാതിക്കാരൻ, ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാം. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുക കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കട്ടെ. പക്ഷേ അതിനപ്പുറത്ത് എനിക്ക് ആദ്യത്തെ ചോദ്യമുള്ളത്, അത് BJP അല്ല ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിലെ CPMൻ്റെ നേതാക്കന്മാരെയാണ്. നമ്മൾ ഈ ചർച്ച തുടങ്ങിയ ഒരു കാലഘട്ടത്തിലും കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമ ധൈര്യപൂർവ്വം വന്ന് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, ഇതിപ്പോൾ 135 കോടി 185 കോടിയോ ഇനി അതിന് അപ്പുറം വർദ്ധിക്കുകയൊക്കെ ചെയ്താലും അത് എന്തോ ആകട്ടെ, അതിലൊക്കെ വർദ്ധിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടെത്തലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ബേസിക് ക്വസ്റ്റ്യൻ നിന്നാണ് കേരളത്തിലെ പൊതുജനങ്ങൾ ഈ ചർച്ച തുടങ്ങുന്നത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ എന്ത് സേവനം ചെയ്തിട്ടാണ് CMRയിൽ നിന്ന് മാസപ്പടിയായിട്ട് പണം കൈപ്പറ്റിയത്? അതിന് ഉത്തരം കണ്ടെത്താൻ ഇതേവരെ ആർക്കും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമല്ലേ? ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ, CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയൻ്റെ ബൂർഷോകളായിട്ട് ഒരു രീതിയിലുള്ള ബന്ധം പാടില്ല എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് CMRL പോലെ ഒരു കമ്പനിയിൽ നിന്ന് മാസപ്പടിയായിട്ട് തുക കിട്ടി, 1,72,00,000 രൂപ കിട്ടിയത് എന്തിന് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. എന്തായാലും അവരത് വെളിപ്പെടുത്താതിരുന്നത് ഒരു കണക്കിന് നല്ലതാണ്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരട്ടെ. ഇനി രണ്ടാമത്തത്,
ഇവിടെ BJPക്ക് ഇതിൽ ഒഴികഴിവ് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒഴിയാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ആക്ഷേപം. കാരണം ഇതിൽ 2021 ജനുവരി 29 ROCയുടെ നോട്ടീസുണ്ട് വീണ വിജയൻ്റെ കമ്പനിക്ക്. അതിനുശേഷം 10-15 പ്രാവശ്യം വിവിധ ഘട്ടങ്ങളിലായിട്ട് വീണ വിജയന് പേഴ്സണലും അവരുടെ കമ്പനിക്കും നിരവധി കത്തിടപാടുകൾ നടത്തുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. CPMന്റെ നേതാക്കന്മാരൊക്കെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് വീണ വിജയനെയും അവരുടെ കമ്പനിയുടെയും ഭാഗം കേട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 2022 7-ാം മാസം 6-ാം തീയതി വീണ വിജയൻ ഒരു പ്രതിനിധി അയച്ചു മറുപടി കൊടുക്കുന്നു. അതിനുശേഷം അതിൽ തൃപ്തികരമല്ല എന്ന് പറയുമ്പോൾ അവർ അതേ മാസം തന്നെ 22-ാം തീയതി വീണ വിജയൻ നേരിട്ട് ഹാജരായിക്കൊണ്ട് മറുപടി കൊടുക്കുന്നു. അപ്പോൾ ഇവരെ ഓരോ കാലഘട്ടത്തിലും വീണ വിജയനെയും അവരുടെ കമ്പനിയെയും കേട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലുള്ള ഒരു വിഷയത്തിൽ അതൊരു ക്വാസി ജുഡീഷ്യൽ ഫോറമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കണ്ടെത്തലുള്ള ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ പണം വാങ്ങിയിട്ടുള്ള വീണ വിജയനെതിരെ 2021 തുടങ്ങിയുള്ള പ്രൊസീജിയർ ഇന്ന് 2025 ജനുവരി മാസം 12-ാം തീയതി എത്തുമ്പോഴും ഇപ്പോഴും അത് തുടരുന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അതിനപ്പുറത്തേക്ക് ഒരു ഘട്ടം പോലും കടക്കാത്തത്? ഇപ്പോൾ ഷോൺ ജോർജ് തന്നെ പറയുന്നു SFIയുടെ അന്വേഷണം ആദ്യം പ്രഖ്യാപിച്ചു, അതിനുശേഷം അത് 8 മാസമായിട്ട് കൂട്ടി നൽകി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ആ മുന്നണിയെയും പ്രഷറിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് കാലാവധി അവസാനിച്ചിട്ടുണ്ടാവുമല്ലോ. കാരണം 30/1/2024 അത് കഴിഞ്ഞ ദിവസം കൊടുത്ത റിപ്പോർട്ടിലും അത് പറഞ്ഞിട്ടുണ്ട്. പേജ് 76-77 ഓഫ് WP. അതിൽ the report shall be submitted within 8 months എന്നാണ്. അപ്പോൾ ഷോൺ അത് 31/2024 അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 9-ാമത്തെ മാസത്തിൽ കൊടുക്കേണ്ടതാണല്ലോ. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ നൽകേണ്ട റിപ്പോർട്ടല്ലേ? തീർച്ചയായിട്ടും അത് 8 മാസമാണ് അന്വേഷണത്തിന് കാലാവധി നൽകിയിരുന്നത്. അതിലെ 2 കേസുകൾ, ഒന്ന് KSIDC കൊച്ചി എറണാകുളം ഹൈക്കോടതി കൊടുത്ത കേസും അതുപോലെ ഡൽഹി ഹൈക്കോടതിയിൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ കൊടുത്ത കേസും CMRൽ അവസാനം കൊടുത്ത ഇപ്പോൾ 20-ാം തീയതിക്ക് മുമ്പ് വിധി വരുമെന്ന് കരുതുന്ന ആ കേസിലാണ്. പക്ഷെ ആ സമയത്ത് പക്ഷെ അന്വേഷണം ഒരിടത്തും സ്റ്റേ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, സ്റ്റേ ഇല്ലായിരുന്നു. ഇല്ല, ഡൽഹി ഹൈക്കോടതിയിൽ അവരുടെ ആവശ്യം തന്നെ ഈ അന്വേഷണം നിയമവിധേയമല്ല, നിയമവിരുദ്ധമാണ് ഈ അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ ഡൽഹി ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്ന് അങ്ങനെ ഒരു നിർദ്ദേശം ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതാണ് ജിൻഡോ അങ്ങനെ സാങ്കേതിക കാര്യങ്ങൾ വന്നതുകൊണ്ടാണ്. അതല്ലായിരുന്നുവെങ്കിൽ SFIO അന്വേഷണത്തിന് തടസ്സമില്ലായിരുന്നു റിപ്പോർട്ടിന്. തീർച്ചയായിട്ടും ഡൽഹി ഹൈക്കോടതിയുടെ വിധി വരണമെങ്കിൽ അടുത്ത ആഴ്ച റിസർവ് ചെയ്തിരിക്കുകയാണല്ലോ. ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ മുഴുവൻ ചോദ്യം ചെയ്യലിനും ആ കാലഘട്ടത്തിനിടയിൽ പൂർത്തീകരിച്ചതാണ്. പക്ഷേ ഡൽഹി ഹൈക്കോടതി ഇത്തരത്തിൽ ഈ അന്വേഷണം തന്നെ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതിയിൽ അവർ റിട്ട് ഫയൽ ചെയ്തപ്പോൾ ഈ കേസിൽ തീർപ്പാകുന്നിടം വരെ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ട എന്നൊരു നിർദ്ദേശം ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഇപ്പോഴും എന്തുകൊണ്ട് ആ കേസിൽ മുമ്പോട്ട് പോകാൻ അന്വേഷണ ഏജൻസിക്ക് കഴിയാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഡൽഹി ഹൈക്കോടതിയിൽ ആ കേസ് പെൻഡിങ് നിൽക്കുകയാണ്. ആ കേസിന് ഈ മാസം 20-ാം തീയതിക്ക് മുമ്പായി 18 അല്ലെങ്കിൽ 17 അല്ലെങ്കിൽ 20-ാം തീയതി ആ കേസിന്റെ വിധി പറയാൻ വേണ്ടി ജഡ്ജ്മെന്റ് അതിനിർണായകമായി മാറും ഹൈക്കോടതിയുടെ വിധി. പക്ഷേ ഹൈക്കോടതി വിധി ഉണ്ടായാലും അടുത്ത കോർട്ടിലേക്ക് പോകുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം ഇതിൽ വലിയ തടസ്സങ്ങൾ വരുന്നുണ്ട്. CMRലാണ് പോകുന്നത്. കാരണം CMR ആണല്ലോ ഏറ്റവും കക്ഷി എന്ന് പറയുന്നത്. അവർക്ക് അപ്പീൽ പോകാം. അപ്പീൽ പോയാൽ പോലും സ്റ്റേ കിട്ടിയില്ലെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് ആ പ്രൊസീഡിങ്സ് ഇപ്പൊ നിലവിൽ ഡൽഹി ഹൈക്കോടതി ഈ അന്വേഷണ ഏജൻസിയോട് അന്തിമ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുന്നതിലും ഒരു തടസ്സവാദം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ അന്വേഷണം താമസിച്ചു പോയത്. പിന്നെ ഇതാണ് ഇങ്ങനെ ഒരു സാങ്കേതിക തടസ്സം അവിടെ ഉണ്ട് ജിൻഡോ. അല്ല, ഞാൻ അതിൻ്റെ ആ സാങ്കേതിക വശത്തേക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത് 8 മാസത്തേക്ക് ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൃത്യം 8 മാസം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വിവരാവകാശ അപേക്ഷ കൊടുത്താൽ അത് തരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കൃത്യം 30-ാം ദിവസം അതിനുവേണ്ടി ശ്രമിക്കുകയും 30-ാം ദിവസം അത് പോസ്റ്റലിൽ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ പരമാവധി വൈകിപ്പിക്കാനുള്ളൊരു സാഹചര്യം. ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം 2021 മുതൽ വിവിധ ഏജൻസികളുടെ അന്വേഷണത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യം
2016 മുതൽ 19 വരെയുള്ള ഒരു കാര്യത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വ്യക്തമാണല്ലോ, ക്വാസി ജുഡീഷ്യൽ ഫോറത്തിന്റെ കണ്ടെത്തലാണ്. അപ്പോൾ ഇത്രയും വിവരങ്ങളുള്ള ഒരു കാര്യത്തിൽ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിലും അതിന് ഈ കറക്റ്റ് ടൈം വരെ കാത്തിരിക്കുന്നതിൽ ഒരു അസ്വാഭാവികത ഉണ്ട് എന്നുള്ള ഒരു പോയിന്റാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇതിനപ്പുറത്ത് പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള ജിൻഡോ, അത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണ് ഇവർക്ക്, ഇത് സെപ്റ്റംബറിലാണ് നമുക്ക് ഈ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടിയിരുന്നത്. ഓഗസ്റ്റ് മാസത്തിലാണ് ഒരു ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1.5 മാസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബർ 31 സ്വാഭാവികമായിട്ടും ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 10-നും 15-നും ഇടയിൽ തന്നെ ഡൽഹി ഹൈക്കോടതി ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായി. അല്ല, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് ഇനി വരുന്നത് സെപ്റ്റംബർ 31 എന്നുള്ള ഫൈനൽ ഡേറ്റ് വരെ കാത്തിരിക്കാൻ. അപ്പോൾ ആ 31-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി റിപ്പോർട്ട് പൂർത്തിയാകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് മുമ്പിലുള്ള ഒരു പ്രൊസീജിയർ വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഈ ഓഗസ്റ്റ് മാസം CMRL കമ്പനി ഫയൽ ചെയ്യുന്നത് വരെ, അതായത് ഒരു മാസത്തിന്റെ വ്യത്യാസത്തിലാണ് ഫയൽ ചെയ്യാൻ വിട്ടുപോയത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ 8-ാം മാസം 30-ാം ദിവസം മാത്രമാണ് ഇത് ഫയൽ ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ ഏജൻസികളുടെ താല്പര്യത്തിൽ സംശയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കൂടി ആ താല്പര്യം പോയി. അതല്ലേ ജിൻഡോ ഉദ്ദേശിക്കുന്നത്? അല്ല, തീർച്ചയായും ഞാൻ അതിന് മറുപടി പറയാം. തീർച്ചയായിട്ടും മഞ്ജുഷേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആവേശം ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല. ഞാൻ പറയാൻ വരുന്നത് പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള ലാവ്ലിൻ കേസിന്റെ വിചാരണ എന്തുകൊണ്ടാണ് നീണ്ടു പോകുന്നത്? CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്തുകൊണ്ടാണ് പലവട്ടം ഒഴിഞ്ഞു മാറുന്നതും ഒഴികഴിവ് പറയുന്നതും എന്തുകൊണ്ടാണ്? അത് കാരണം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നത് വരെ ആ കേസിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് സാമാന്യ ബുദ്ധി വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിനപ്പുറത്ത് കരുവന്നൂർ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട്, കരുവന്നൂർ ബാങ്ക് കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊക്കെ പ്രചരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് തൃശ്ശൂരിൽ നിന്ന് BJPയുടെ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ അവിടെ കാൽനട യാത്രയും പദയാത്രയും ഒക്കെ നടത്തി നമ്മൾ കണ്ടില്ലേ? അതിനുശേഷം എന്ത് ആർജവമുള്ള നിലപാടാണ് ആ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്? പറയണ്ടേ? സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി വരെയായല്ലോ, അതിലെന്ത് നിലപാടെടുത്തു? AC മൊയ്തീന് ബന്ധമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന് നമ്മളോട് പറയുന്നു. AC മൊയ്തീൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നു. അത് മഞ്ജുഷോ ഞാനോ ഷോൺ ജോർജോ കേരളത്തിലെ ഏതെങ്കിലും സാധാരണ മനുഷ്യരോ പറഞ്ഞിട്ടുണ്ടായ ഒരു കാര്യമല്ല. ഈ അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമ വാർത്തയായിട്ട് വന്നതാണ്. അല്ലെങ്കിൽ അവർ പറയണമായിരുന്നു, അന്വേഷണ ഏജൻസികളും അത്തരത്തിൽ പറയുന്നിട്ടുണ്ട്. എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അപ്പോൾ എക്സാലോജിക്കിന്റെ വിഷയമായാലും ലാവ്ലിൻ കേസിന്റെ വിഷയമായാലും കരുവന്നൂരിലെ കള്ളപ്പണം വെപ്പിച്ചതും കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും ഇത്തരത്തിൽ ഓരോ വിഷയം എടുത്താലും പിണറായി വിജയനെ മകളെയും സംരക്ഷിക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ എടുത്തിട്ടുള്ളത്. മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഹേമന്ത് സോറനോ അരവിന്ദ് കേജ്രിവാളിനോ ഒന്നുമില്ലാത്ത ഒരു പ്രിവിലേജ് പിണറായി വിജയന് കൊടുക്കുന്നു എന്നുള്ളതാണ് എന്റെ ഇതിലെ പൊളിറ്റിക്കൽ പോയിന്റ്. ശരി, ഷോൺ കേട്ടുകിൽ മറുപടി. ഹലോ, ഷോൺ കേട്ടോ? ഞാൻ 1-2 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ കേസ് മനോരമ പത്രമാണ് ആദ്യമായി ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയെ പുറത്തു കൊണ്ടുവരുന്നത്. അതിനുശേഷം കോൺഗ്രസിന്റെ നേതാവും മൂവാറ്റുപുഴ MLA ശ്രീ മാത്യു കുഴൽനാടൻ ഈ വിഷയം കൊണ്ടുവന്നു. ആ വിഷയത്തെ CPM ഡിഫെൻഡ് ചെയ്തത് ഇപ്പോൾ ജിൻഡോ പറയുന്ന പോലെ തന്നെയാണ്. ഈ 2 കമ്പനികൾ തമ്മിലുള്ള ഒരു ഇടപാടിൽ അതിനകത്ത് മറ്റൊരാൾക്ക് എന്ത് കാര്യം എന്നുള്ള നിലപാടിലാണ് CPM അതിനെ ഡിഫെൻഡ് ചെയ്തത്. ഏറെക്കുറെ കേസ് അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ റിട്ടുമായി ഹൈക്കോടതിയിൽ വരുന്നത്. അവിടേക്ക് ഈ കേസ് വന്നപ്പോൾ ഈ കേസിനുണ്ടായ പ്രത്യേകത എന്ന് പറയുന്നത്, കേൾക്കാവോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഈ കേസിനുണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് KSIDC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം, KSIDC എന്ന പൊതുമേഖലാ സ്ഥാപനം ഈ വിഷയത്തിലേക്ക് കടന്നു വരികയും ഈ കേസിന്റെ ഭാഗമാകുകയും ചെയ്യുകയും മാത്രമല്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന ഏജൻസി ഈ കേസിലേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ കേസിലേക്ക് വരികയും ചെയ്തപ്പോഴാണ് ഈ കേസിന് പുതിയൊരു തലവും മാനവും ഉണ്ടായത്. അവിടെ 13.4% ഷെയർ ഓഹരി സംസ്ഥാന സർക്കാർ ഇന്നലെ കൊടുത്ത റിപ്പോർട്ടിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ഇതിന്റെ പബ്ലിക് അല്ലെങ്കിൽ പൊതു കാര്യം എന്താണ് ഇതിന്റെ പൊതു വിഷയം, എന്തുകൊണ്ട് ഇതിന് പൊതു പ്രസക്തിയുണ്ട് എന്ന്, അല്ലെങ്കിൽ പബ്ലിക് ഇന്റർഫിയറൻസ് ഇവിടെ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചതിന് കൃത്യമായ മറുപടി ഇന്നലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൽ 185 കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ആ ക്രമക്കേടിന് ആ ഭരണം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി, സിംഗിൾ ഡയറക്ടർ കമ്പനി ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ പൊതു പ്രസക്തി. അവിടെയാണ് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൽ നിന്നും ഈ കാര്യം മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹം ഉന്നയിച്ച വിഷയത്തില്
CPM അത് ഡിഫെൻഡ് ചെയ്തു. ഏറെക്കുറെ ആ വിഷയം തീർന്നെടുത്തുന്ന ഈ വിഷയം ടേക്ക് ഓഫ് ചെയ്യുന്നത് KSIDC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം കടന്നു വന്നപ്പോഴാണ്. രണ്ടാമത് ഇപ്പൊ ഇവിടെ ഇപ്പൊ സൂചിപ്പിച്ചു, ഞാൻ ഈ ചർച്ചയിൽ പറയേണ്ട കാര്യങ്ങളല്ല, എന്നെങ്കിൽ പോലും ജിൻഡോ സൂചിപ്പിച്ചുകൊണ്ട് പറയട്ടെ. ജിൻഡോ, ഈ ലാവ്ലിൻ കേസിന്റെ അന്വേഷണം നടത്തിയത് ആരാണ്? അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചത് ആരാണ്? മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. അപ്പോ ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നു, കേരള ഹൈക്കോടതി കുറ്റക്കാരനല്ല എന്ന് കണ്ട് വിധിച്ച ഒരു കേസിന്റെ അപ്പീൽ മാത്രമാണ് അവിടെ നടക്കുന്നത്. അതിനി 35 അല്ല 388 പ്രാവശ്യം മാറ്റി വെച്ചാലും ആ കേസിൽ പിണറായി വിജയന് ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഈ കേസിൽ ഇതേ പറയുന്ന ലാവ്ലിൻ കമ്പനി, നിങ്ങൾ ആരും പറയാത്ത ആരോപണം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ പറയുന്ന ലാവ്ലിൻ കമ്പനിയിൽ നിന്നും വീണ വിജയന് നേരിട്ട് ലാവ്ലിൻ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഈ നിങ്ങൾ പറയുന്ന PwC, ഇവിടെ വലിയ ആരോപണം ഉണ്ടായ രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ച കമ്പനിയാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്. നിങ്ങളുടെ നേതാവ് ആരോപണം ഉന്നയിച്ച കമ്പനിയാണ്. ആ കമ്പനിയിൽ നിന്നും വീണ വിജയൻ പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, എനിക്കെതിരെ ഇതുവരെ വീണ വിജയൻ കേസൊന്നും കൊടുത്തില്ലല്ലോ. ഈ 2 ആരോപണം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടിനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എനിക്കിതുവരെ ഒരു വെള്ള പേപ്പറിൽ പോലും പരാതി എനിക്കെതിരെ കൊടുത്തിട്ടില്ല. കാരണം അവർക്കറിയാം, എനിക്കും അറിയാതുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് ഇത്രയും വേഗോളം ശ്രമിച്ചില്ലേ, 6 കൂടെ ശ്രമിക്കുക. 10 ദിവസം, ഈ 10 ദിവസത്തിനുള്ളിൽ കൃത്യമായി ആ കോടതി ഉത്തരവ് വന്നാൽ SFIയുടെ കാര്യത്തിൽ നിലപാടുണ്ടാവും. മാത്രമല്ല, വരാൻ പോകുന്ന 10 ദിവസങ്ങളിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പൊ അവരുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരൻ എന്ന നിലയിൽ ഈ വിഷയത്തിൽ നിരവധി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അതെല്ലാം പക്ഷേ ആദ്യം അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞ കാര്യം, ഇനിയിപ്പോൾ ഉത്തരവ് വന്നാൽ തന്നെ ഇതിൽ CMRL ഇതിൽ പ്രതിയാകുന്നുള്ളൂ എന്നാണ്. അവരാണ് ഇതിനകത്ത് ആൻസറബിൾ എന്നുള്ള വാദമാണ് ഇപ്പോഴും ഇടത് സഹയാത്രികരും അതുപോലെ തന്നെ CPM നേതാക്കളും പറയുന്നത്. ഒരിക്കലുമല്ല. ഇവിടെ ഞാൻ CMRL കമ്പനിയുടെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് CMRL. ആ CMRL കമ്പനിയുടെ ഒരു ഓഹരി ഉടമയാണ് ഞാൻ ഈ കേസ് കൊടുക്കാൻ വേണ്ടി മേടിച്ചാട്ടോ. അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഓഹരി ഉടമയെന്ന് പറഞ്ഞാൽ എനിക്ക് 3 ഷെയറേ ഉള്ളൂ. CMR കമ്പനിയുടെ വെറും 3 ഷെയറിൽ 235 രൂപ വീതം ഞാൻ 3 ഷെയർ മേടിച്ചിട്ടുണ്ട്. ഓഹരി ഉടമയാന്ന് പറയാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ്. അങ്ങനെ എന്നെ പോലെ CMRL കമ്പനിയുടെ ഓഹരി ഉടമകളായ മുഴുവൻ ആളുകളെയും അവർക്ക് അർഹതപ്പെട്ട പൈസയാണ് 185 കോടി രൂപ. അതിനകത്ത് 185 കോടി രൂപയുടെ 13.4% കേരള സംസ്ഥാന സർക്കാരിന് അർഹതയുള്ള പൈസയാണ്. ആ പൈസ തിരിച്ചു കൂട്ടണം. ഞാൻ എന്റെ ഹൈക്കോടതിയിലെ കേസിൽ SFI അന്വേഷണം മാത്രമല്ല, ഡിസ്ഗോഴ്സ്മെന്റ് ഓഫ് അസറ്റ്സ്, അവരെ തട്ടിച്ചുകൊണ്ട് പോയ മുഴുവൻ പണവും തിരിച്ച് ഓഹരി ഉടമകൾക്ക് കിട്ടുന്നിടം വരെ എന്റെ പോരാട്ടം തുടരും. ഓഹരി ഉടമ എന്ന് വെച്ചാൽ അതിനകത്തൊരു ഓഹരി ഉടമ സംസ്ഥാന സർക്കാർ. ശരി ബലദേവ്, ഇതിനുള്ള മറുപടി നൽകുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതായിരുന്നുവല്ലോ, ഇതിലൂടെ പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണല്ലോ. അത് ജസ്റ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി IT ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. KSIDC, a state-owned corporation, has 13.4% stake in CMRL, which itself constitutes public interest. Further, the allegation leveled against the CUIs are that the CMRL, on the basis of bogus bills, has made payments to Exalogic Solutions Private Limited. ഇതിനപ്പുറമൊന്നും വേണ്ട. താങ്കളുടെയും അതുപോലെ തന്നെ CPM സഹയാത്രികരുടെയും നേതാക്കളുടെയും ഒക്കെ വാദം എന്ന് പറയുന്നത് ഇത് CMRLനെ മാത്രം ബാധിക്കുന്ന കാര്യം എന്നാണ്. CMRL എന്ന് പറയുന്നത് അത് പൊതു താല്പര്യമുള്ള കമ്പനിയാണ്. 13.4% ഓഹരി KSIDCയുടേതാണ്. അതായത് സംസ്ഥാന സർക്കാരിന്റെയാണ്, പൊതുപണമാണ്. മഞ്ജുഷ, കമ്പനീസ് ആക്ട് 210 പ്രകാരം വീണയുടെ കമ്പനിയായ എക്സാലോജിക് കമ്പനി ഗുരുതരമായ തെറ്റു ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 447 ഉൾപ്പെടെയുള്ള കമ്പനി സെക്ഷൻ 447 ഉൾപ്പെടെയുള്ള സെക്ഷൻസ് നിലനിൽക്കുന്ന നോൺ ബെയിലബിൾ ഒഫൻസ് വീണയുടെ കമ്പനി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ശരി, അതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല, വീണയുടെ കമ്പനി പൂട്ടിക്കെട്ടുവാനായി അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ആപ്ലിക്കേഷൻ പോലും ഫേക്കാണ്. അവർ കൊടുത്തിട്ടുള്ള കണക്കുകൾ ഫേക്കാണ്. ആ വർഷം കമ്പനി നഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ ഫേക്കാണ്. അങ്ങനെ വീണയ്ക്കെതിരെ നിരവധി ചാർജുകൾ കമ്പനീസ് ആക്ട് പ്രകാരം വരും. ശരി, കാര്യങ്ങൾ സീരിയസ് അല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല കേട്ടോ. ഞാൻ പറയട്ടെ എന്നെ ഇന്റർഫിയർ ചെയ്യരുത്. ഇതിനകത്ത് അവർ കാണിച്ചിരിക്കുന്ന ഒരു കേസ് സഹാറ കേസാണ്. സഹാറ കേസസ് വേഴ്സസ് SFI. ഇന്ന് ആ ഇൻഡെക്സ് വായിച്ചാൽ അറിയാം, പ്രധാനപ്പെട്ട കേസാണ്. ആ കേസിനകത്ത് സഹാറ ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് കോർപ്പറേഷനും സഹാറ ഹൗസിംഗ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ, 2 കോർപ്പറേഷൻ കൂടെ ചേർന്ന് 3 കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് 26,000 കോടി രൂപ കൺവേർട്ടബിൾ ബോൺസ് എന്ന് പറഞ്ഞ് 15% ഇൻട്രസ്റ്റ് പിരിച്ചു.
ഈ പൊതുജനങ്ങളെ കബളിപ്പിച്ച് ആ കാശ് തിരിച്ചു കൊടുത്തില്ല. അതിനാണ് സഹാറയ്ക്കെതിരെ കേസെടുക്കുകയും സഹാറയുടെ മുതലാളി ജയിലിൽ കിടന്ന് മരിക്കുകയും ചെയ്തത്. പബ്ലിക്കിന്റെ പണം ഫ്രോഡിലൂടെ അതിനാണ് ഫ്രോഡ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. SFIO റിപ്പോർട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞോട്ടെ, SFIO റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിന്റെ പേരിലാണ് ഈ പണം തിരികെ കൊടുക്കാതിരിക്കുക, അദ്ദേഹത്തെ ജയിലിൽ പോവുകയും ചെയ്തു. ഇതാണ് സഹാറ കേസ്. അത് ഈ കേസിന്റെ ഇൻഡെക്സിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഷോൺ ജോർജ് പറയുന്നത് പോലെ 1 രൂപയുടെ അഴിമതിയും ഇതിനകത്ത് വീണ ജോർജിനെതിരെ നിൽക്കില്ല. ഇതിനകത്ത് വീണ വിജയൻ. അപ്പൊ ഞാൻ പറഞ്ഞിട്ട്, അപ്പൊ റിപ്പോർട്ട് പേര് രജിസ്ട്രാർ പറയുന്നത് എന്താ? ഷോഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് വയലേഷൻസ് ഓഫ് കമ്പനി ആക്ട് അണ്ടർ സെക്ഷൻ 447. ഇതിനകത്ത് വയലേഷൻസ് നടന്നു. കമ്പനി ആക്ട് 447 വയലേഷൻ. ആർക്കാത്? പണം കൊടുത്തു എന്ന് പറയുന്ന CMRLനെതിരെയാണ്. കാര്യം എന്താ? CMRLനകത്ത് 13.4% ഓഹരി ഗവൺമെന്റിനുണ്ട്, പബ്ലിക്കിനുണ്ട്. അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് വരുന്നത്. അല്ലാതെ അവര് കൊടുത്ത പണത്തിന്റെ പേരിലല്ല അവർക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് വരുന്നത്. ഞാനൊരു കമ്പനി നടത്തുന്നു. അവര് കൊടുത്ത പണം എന്ന് പറയുന്നത് അവര് കൊടുത്തതെന്ന് പറയുമ്പോൾ CMRL കൊടുത്തത് എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞത് CMRLനെതിരെയാണ് നടപടി വരുന്നത്. അത് 13.4% ഗവൺമെന്റിന്റേതാണ്. അങ്ങനെ വരുമ്പോൾ പൊതുപണമാണ്. പൊതുപണം കൊടുത്തവർക്കാണ് ആക്ഷേപം. ഞാൻ പൊതുപണം എടുത്ത് ഞാൻ ഡയറക്ടറായിട്ടിരിക്കുന്ന എന്റെ ഡയറക്ടർ ബോർഡ് അംഗീകരിച്ച് പൊതുപണം എടുത്ത് ഫ്രോഡിൽ പങ്കാളിയായ വ്യക്തികളിലെ ഇല്ല, സ്വീകരിച്ചവർക്കെതിരെ വരില്ല. ഞാൻ ഡൊണേഷൻ ആയിട്ട്, സംഭാവനയായിട്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, വീണ്ടും ഞാനത് പറയാം. സംഭാവനയല്ല സർ, ഓഹരി ഉടമകളെ കബളിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി നടത്തിയ ഗൂഢാലോചനയുടെ ഫലത്തിൽ എക്സാലോജിക്ക് ഗൂഢാലോചന നടത്തിയായിട്ട് എവിടെ വായിച്ചു കേൾപ്പിച്ചു? ഒരിടത്ത് പറഞ്ഞിട്ടില്ല. എക്സാലോജിക്ക് സേവനം നൽകാതെ പണം ഒരു കമ്പനിയിൽ നിന്ന് കൈപ്പറ്റി എന്ന് പറഞ്ഞാൽ അത് ആ കമ്പനി നടത്തിയ മൊത്തം തിരിമറിയുടെ ഇല്ല, ഒരു തിരിമറിയില്ല. ഇത് കോടതിയിൽ ഇതിന് 10 രൂപയുടെ വില കിട്ടത്തില്ല. കാരണം എന്താ? ഇതിനകത്ത് ഇവരുടെ ബോർഡിന്റെ അതിനകത്ത് പറയുന്നുണ്ട്, പ്രധാനമായിട്ട് ഈ ബോർഡിന്റെ സെറ്റിൽമെന്റ് ഉണ്ടല്ലോ, ആ സെറ്റിൽമെന്റ് ബോർഡിൽ പറയുന്നത് എന്താ വാചകം? എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആൻഡ് ബൈ ക്ലെയിമിംഗ് ടു കോമ്പൻസേറ്റ് എ സർവീസ് വിച്ച് ഹാസ് നോട്ട് ബീൻ റെന്റഡ് ഓർ റിസീവ്ഡ്. ഇതാണ് ഇന്ററിം സെറ്റിൽമെന്റ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രോമിനന്റ് പേഴ്സൺ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞോട്ടെ. ഇത് പരാമർശിച്ചുകൊണ്ട് മാത്രം ഒരു കാര്യം പറയട്ടെ. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കൊടുത്തേക്കുന്ന CMRL കമ്പനി കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസും അവർ അംഗീകരിച്ചുള്ള ഡീറ്റെയിൽസും വെച്ച് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള സത്യസന്ധമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ സെറ്റിൽമെന്റിൽ എത്തുന്നു. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ സെറ്റിൽമെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമായാൽ ഈ സെറ്റിൽമെന്റ് നിലനിൽക്കുന്നതല്ല. ഇപ്പോൾ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ SFI സബ്മിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് 135 എന്നുള്ളത് 185 ആയപ്പോൾ തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഉത്തരവ് തന്നെ, അല്ലെങ്കിൽ അതുവഴി CMRLന് കിട്ടിയിട്ടുള്ള പ്രോസിക്യൂഷണൽ ഇമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും പോയി കഴിഞ്ഞു. ഞാൻ പറയട്ടെ ഷോട്ട്. ഇത് ഷോട്ട് പറഞ്ഞല്ല, ഞാൻ ഇന്റർവ്യൂ ചെയ്യും. ഞാൻ തുടക്കത്തിൽ മഞ്ചേഷിനോട് പറഞ്ഞാണ്, പല ചർച്ചകളിലും പറഞ്ഞാണ്, ഇത് സിവിൽ കേസുകളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്ന 10-35 വർഷം അഭിഭാഷകനാണ്. രണ്ടുപേര്, ഞാൻ തുടക്കത്തിൽ അത് പറയുന്നു, രണ്ടുപേര് തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടായാൽ, ഒരാൾ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്താൽ വയലേറ്റ് ചെയ്യുന്ന വ്യക്തിക്കെതിരെ മറ്റേ ആൾ കേസ് കൊടുക്കാം. ഇവിടെ എക്സാലോജിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി CMRLാണ്. വേറെ ആർക്കും കേസ് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് 1,72,00,000 രൂപ ഞങ്ങളെ കബളിപ്പിച്ച് വാങ്ങിച്ചു. അവിടെ സംഭവിക്കുന്നത് എന്താ? ആ പണം പലിശ സഹിതം തിരിച്ചു കൊടുത്താൽ സർവീസ് കിട്ടാൻ ചെയ്ത് കോമ്പൻസേഷൻ കൊടുക്കാനേ അവർക്ക് ചോദിക്കാൻ പറ്റൂ. അല്ല അവരുടെ പേരിൽ ക്രിമിനൽ കേസ് വരില്ല. അവിടെ സിവിൽ ലിബിലിറ്റി മാത്രമേ ഉള്ളൂ. കാരണം 2 എഗ്രിമെന്റ് ആണ്. ഒരു എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എഗ്രിമെന്റിൽ വയലേറ്റ് ചെയ്യാൻ നിൽക്കുന്നത് സിവിൽ കേസാണ്. സിവിൽ കേസിലൂടെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ആ പണവും പലിശയും, നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം. ആ വ്യക്തിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇന്ത്യയിൽ ഒരു നിയമമല്ല, ഏതെങ്കിലും ഒരു സുപ്രീം കോടതി ജഡ്ജിയെ കൊണ്ടുവന്ന് സിവിൽ കേസിലെ ലയബിലിറ്റിക്ക് ഒരു ക്രിമിനൽ ഡിസ്പ്യൂട്ട് നിൽക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വക്കീൽ പണി നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോകാം. പറ്റില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഇവര് തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ രജിസ്റ്റേർഡ് എഗ്രിമെന്റ് ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, രജിസ്റ്റേർഡ് എഗ്രിമെന്റ് വഴി ബാങ്ക് വഴി ട്രാൻസാക്ഷൻ, ആ ലീഗൽ ട്രാൻസാക്ഷൻ ആണ്. അത് BJPയുടെ ഒരു നേതാവ് ഇവിടെ വന്നിട്ട് അഡ്മിറ്റ് ചെയ്തതാണ്. ആ പേര് ഞാൻ പറയുന്നില്ല. BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവ്, ലീഗൽ ട്രാൻസാക്ഷൻ ബാങ്ക് വഴി നടത്തിയാൽ അതിൽ ഫ്രോഡ് വരുത്തില്ല. അതിനകത്ത് സിവിൽ കേസിനാണ്. സിവിൽ കേസിനകത്ത് ക്രിമിനൽ ലയബിലിറ്റി ഇല്ല. 1. 2, ഇവിടെ ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടറിന്റെ SFIO കൊടുത്തേക്കുന്ന
CMRL 185 കോടി രൂപയുടെ അഴിമതി കാണിച്ചെന്നാണ്. എക്സാലോജി കാണിച്ചതല്ല. CMRL 185 കോടി രൂപയുടെ അഴിമതി കാണിച്ചു. അതിനകത്ത് 1.72 കോടി എക്സാലോജിക്കിന് കൊടുത്ത പണമാണല്ലോ. ഞാൻ പറയട്ടെ 1.72 അല്ലല്ലോ, 175 കോടി രൂപ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് CPI-യുടെയും BJP-യുടെയും കോൺഗ്രസിന്റെയും നിങ്ങൾ മീഡിയ BJP-യുടെ ആരുടെയും പേര് അതിനകത്ത് അല്ല, പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് BJP എന്ന് പറയുന്ന ഫുൾ ഫോമും പേരും ഒക്കെ അവരുടെ പേരിനകത്ത് ഒരു BJP-കാരനും ഇല്ല. അല്ല, പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നുണ്ട്. പൊളിറ്റീഷ്യൻസിനകത്ത് BJP വരത്തില്ല. BJP-കാരനുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ പോലും നിങ്ങൾക്ക് നടപടി സ്വീകരിക്കാം. ഞാൻ പറയട്ടെ ഷോൺ ജോർജ്, അവർക്ക് നടപടി സ്വീകരിക്കാൻ പറ്റില്ല ഷോൺ ജോർജ്. ഇപ്പൊ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ പറഞ്ഞു BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഈ ലിസ്റ്റിൽ വരുന്നു. 10 ലക്ഷം രൂപ സംഭാവന വാങ്ങിച്ചു എന്നുണ്ടെന്ന് വിചാരിക്കാം. ഇല്ലെന്ന് തന്നെ ഉണ്ടെന്ന് വിചാരിക്കാം. എന്ത് നടപടി എടുക്കാൻ പറ്റും? ഒരു നടപടി എടുക്കാൻ പറ്റില്ല. BJP-യുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊടുത്തിരിക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ സംഭാവനയാണ്. നടപടി എടുക്കാൻ പറ്റില്ല. ഈ 175 കോടി രൂപ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവര് കള്ളമായിട്ട് ഇവര് ഫണ്ട് റൈസ് ചെയ്തു. ഇവര് മറ്റ് ചെലവുകൾ കാണിച്ചു. ആ ചെലവുകൾ കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്ക് ചില സേവനങ്ങൾ കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടിക്ക് ഗവൺമെന്റ് മിഷണറി, ഗവൺമെന്റ് സെർവൻസ്, പൊളിറ്റീഷ്യൻസ്, ചില വ്യക്തികളുടെ പേര് മീഡിയ പേഴ്സൺസിന് കൊടുത്തുവെന്നാണ്. ആ കൊടുത്തവർ വാങ്ങിച്ചവർക്കെതിരെ ഈ ഇന്ത്യയിൽ ഒരു കോടതിയിൽ കേസ് നിൽക്കാം. SFIക്ക് വേണമെങ്കിൽ തക്കാലോട്ട് കേസ് എടുക്കാം. അത് കോടതി ചെല്ലുമ്പോൾ കരിയാപ്പിലയുടെ വില പോലും അതിന് കിട്ടില്ല. രാഷ്ട്രീയ പാർട്ടി നേതാക്കളാകട്ടെ, അതിൽ ഈ OC അതുപോലെ തന്നെ RC PK ഇതൊക്കെ ഉള്ളത് അത് അവരവര് തന്നെ അത് സംഭാവന എന്ന രീതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ PV എന്ന പേരിന് മാത്രമേ അത് ആരുടെയാണ് എന്നുള്ള രീതിയിൽ തർക്കം ഇപ്പോഴുള്ളൂ. PV മാത്രമേ അത് അംഗീകരിക്കാതെ. പിണറായി വിജയൻ തന്നെ ആയിക്കോട്ടെ, സംഭാവന വാങ്ങിച്ചാൽ കേസ് തീർക്കാൻ ഇന്ത്യയിൽ ഒരു നിയമമില്ല. കൊടുത്തവർ ഫ്രോഡ് പണമാണെങ്കിൽ കൊടുത്തവർക്കെതിരെ നടപടി. അത് എന്തിനാ കൊടുത്തതിന് കേസെടുക്കാൻ പറ്റില്ല. ആ കൊടുത്ത പണം ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷനോ ഫ്രോഡോ ആണെങ്കിൽ നടപടിയെടുക്കാം. അല്ലാതെ ഞാൻ ഒരാൾക്ക് 1 ലക്ഷം രൂപ കൊടുത്തു എന്നും പറഞ്ഞിട്ട് പേര് നടപടിയെടുക്കാൻ പറ്റില്ല. ആ കൊടുത്ത 1 ലക്ഷം രൂപ പൊതുജനങ്ങളെ പറ്റിച്ചതോ ഇതുപോലെ കമ്പനിയെ പറ്റിച്ചതോ ഒക്കെ ആണെങ്കിൽ എനിക്കെതിരെ കേസെടുക്കാം. ഞാൻ 1 ലക്ഷം അല്ല, 1 ലക്ഷം കോടി മുകേഷ് അംബാനി കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നു. ഇവിടുത്തെ ഇപ്പൊ കേരളത്തിൽ കൊടുക്കുന്നില്ലേ? ഇവിടെ എല്ലാവരും കോടിക്കണക്കിന് രൂപ സംഭാവന കൊടുക്കുന്നു. കേസെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ആ പണം അവർ ഫ്രോഡായിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്തതാണെങ്കിൽ കേസെടുക്കാം. ഇവിടെ എത്ര നിങ്ങൾ പോയാലും കേസ് നിൽക്കുന്നത് CMRനെതിരെ മാത്രമേ നിൽക്കൂ. ഈ 175 കോടി രൂപ പിണറായി വിജയനായാലും ഉമ്മൻചാണ്ടി ആയാലും കുഞ്ഞാലിക്കുട്ടി ആയാലും രമേശ് ചെന്നിത്തലയായാലും പ്രതിപക്ഷ നേതാവായാലും ഇവരുടെ ആരുടെയും പേരിൽ സംഭാവന സ്വീകരിച്ചതിന് കേസ് നിൽക്കില്ല. പിന്നെ ഇതാണ് ഡിഫൻസ് ആയിട്ട് വരുന്നത്. പറഞ്ഞോളൂ സാർ. ഇപ്പൊ പറഞ്ഞ അനുസരിച്ച് KSIDCയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ CMRL നോമിനി ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്. ആ നോമിനി ഡയറക്ടേഴ്സ് എല്ലാം CMRL നിന്നും അനധികൃതമായി പണം കൈപ്പറ്റിയിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന തെളിവുകൾ അനുസരിച്ച് അനധികൃതമായി കൈപ്പറ്റാം. അതുകൂടാതെ യാതൊരു സേവനവും ചെയ്യാതെ വീണ വിജയന്റെ എക്സാലോജി കമ്പനി പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഇപ്പൊ സാറ് പറയുന്ന കേസ് എടുക്കത്തില്ല. അനധികൃതം സാർ ഇപ്പൊ ഞാൻ പറയട്ടെ, സാറ് മുമ്പേ പറഞ്ഞ പോലെ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പറയാം. വീണ വിജയൻ അനധികൃതമായി ഒരു പണിയും ചെയ്യാതെ മനഃപൂർവ്വമായി പിണറായി വിജയന് വേണ്ടി പണം കൈപ്പറ്റിയെന്ന് വിചാരിക്കുക. സാർ വിചാരിച്ചാൽ മതി. സാർ കരുതണം, ഞാൻ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോ പിന്നെ ഈ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അതിനെന്താണ് മാർഗം? സാർ ഒന്ന് പറയാമോ? അതിനെന്താണ്? അങ്ങനെ ഒരു ഫ്രോഡ് അവിടെ നടന്നു. വീണ വിജയൻ പിണറായി വിജയന് വേണ്ടി പണം കൈപ്പറ്റി. അപ്പൊ എന്താണ് അതിന് എനിക്കൊരു പോംവഴി ഒന്ന് പറഞ്ഞു തരാമോ? അപ്പൊ ഈ ഇത് ഞാൻ ചോദിച്ചതൊരു സ്റ്റോറിയാണ്. സാർ മുമ്പേ സ്റ്റോറി പറഞ്ഞില്ലേ? സാറ് മുമ്പേ ഇല്ലാത്ത ഒരു കഥ പറഞ്ഞില്ലേ സുരേന്ദ്രനെ കുറിച്ച്? സാറ് ഇല്ലാത്തൊരു കഥ പറഞ്ഞല്ലോ. കേസെടുക്കാൻ ഒരു തരത്തിലും സുരേന്ദ്രന്റെ 10 ലക്ഷം രൂപ വാങ്ങിച്ചാൽ സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു നിയമവ്യവസ്ഥയില്ല സാറേ. ഇല്ല, സംഭാവന വാങ്ങിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ ഇന്ത്യയിൽ ഒരു നിയമമില്ല. സംഭാവന വാങ്ങിക്കുന്നവർക്ക് സംഭാവന ബാങ്ക് അക്കൗണ്ട് ത്രൂ പാർട്ടിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലേക്ക് വാങ്ങിക്കുന്നതിനാണ് ആ ഇമ്മ്യൂണിറ്റി ഉള്ളത്. അല്ലാതെ നേതാവ് മേടിച്ച് പോക്കറ്റിൽ ഇടുന്നതിനല്ല. സാറ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ല സാർ.
ഇവിടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അത് സാറിന് അറിയാം, എത്രയോ വർഷം പരിചയമുള്ള സാറിനോട് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് കറപ്ഷൻ ഉള്ളിടത്ത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് സാർ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. സാറൊന്ന് പറഞ്ഞോട്ടെ, CBI എന്ന് പറയുന്ന ഒരു ഏജൻസി ഇവിടെ ഉണ്ട് സാർ. ആ CBI എന്ന് പറയുന്ന ഏജൻസി കറപ്ഷനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഏജൻസിയാണ്. ഇവിടെ അനധികൃത പണമിടപാടുകളെ കുറിച്ച് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഏജൻസി ഉണ്ട് സാർ. ഇത് അനധികൃതമല്ല, ഇത് അനധികൃതമല്ല. ഞാനൊരു കാര്യം പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നല്ലേ സാർ, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാനൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ഒരു വർഷം ഒരു 1 കോടി രൂപ 1.5 കോടി രൂപയുടെ വർക്ക് എന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നടക്കുന്നുണ്ട്. ഒരു കോൺട്രാക്ടർ കയ്യിൽ നിന്ന് ഞാൻ 100 രൂപ പോലും മേടിക്കാറില്ല സാർ. ഇപ്പൊ ഞാൻ മേടിക്കുന്നു സാർ അങ്ങ് വിചാരിച്ചു. അപ്പോ എനിക്ക് മേടിക്കണം, എനിക്ക് കൈക്കൂലി മേടിക്കണം. അപ്പൊ ആ ഒരു കമ്പനിയായിട്ട് എന്റെ കമ്പനി സോഫ്റ്റ്വെയർ ഇടപാട് നടത്തി. എനിക്കൊരു കമ്പനി ഞാൻ രജിസ്റ്റർ ചെയ്തു അയാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ വേണ്ടി. ഞാനൊരു സോഫ്റ്റ്വെയർ ഇടപാട് നടത്തി. അതിലൊരു കോൺട്രാക്ടറെ ഞാനൊരു 2 ലക്ഷം രൂപ മേടിക്കുക. അങ്ങനെ ഒരു 2 ലക്ഷം രൂപ മേടിച്ചിട്ട് ഞാൻ പറയുന്നു, അയാൾക്ക് ഞാൻ സോഫ്റ്റ്വെയർ കൊടുത്തു. ഞാൻ പറയുകയാണ് അയാൾക്ക് സോഫ്റ്റ്വെയർ കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നീട് ഒരു അന്വേഷണ ഏജൻസി വന്നിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന SFI ഉൾപ്പെടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി വന്ന്, അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസി പറയാണ് അവിടെ അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടില്ല, ഞാൻ ഈ പണം കൈപ്പറ്റിയത് അയാൾക്ക് അനധികൃതമായി ഞാൻ സേവനം കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്, അപ്പോ ഞാൻ അതിനകത്ത് കുറ്റക്കാരനെ അല്ല സാർ. ഇതല്ല ഷോൺ പറയുന്നത്, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ഷോണേ. താങ്കളുടെ അഭിപ്രായം കൂടി, കാരണം ഇതിനകത്ത് എന്നാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന്. ഇനി SFI അല്ല, ഏത് ഏജൻസി അന്വേഷിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്നാണ്. പക്ഷെ ഇത് ഇടപാട് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മാത്രമല്ല, അതിൽ കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഉണ്ട് കേട്ടോ, UDF നേതാക്കളും ഒക്കെ ഉണ്ടല്ലോ അതിനകത്ത് പണം വാങ്ങിച്ചവരിൽ. വീണ വിജയൻ അനധികൃതമായി പണം കൈപ്പറ്റിയിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് സാർ. അങ്ങനെയാണ് അത് സാർ അംഗീകരിച്ചാൽ മതി സാർ. നിയമപരമായി വാങ്ങിച്ചിരിക്കുന്ന പണമാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വീണ വിജയൻ അനധികൃതമായി പൈസ വാങ്ങിയാണ്, പക്ഷേ എഗ്രിമെന്റിന് പുറത്ത് പിന്നെ തൽക്കാലം SFIക്കൊക്കെ കേസെടുക്കാം, പക്ഷെ നിൽക്കില്ല. ശരി ജിൻഡോ. അല്ല, എനിക്ക് ഈ LDF പ്രതിനിധിയോടാണ്, ബൽദേവ് സാറിനോടാണ് ചോദിക്കാനുള്ളത്. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്. താങ്കൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇത് സിവിൽ കേസിൻ്റെ പരിധിയിലാണ് വരുന്നതെന്നൊക്കെ. ഈ കരാറ് കേരളത്തിലെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അടിത്തറ തകരുന്ന രീതിയിൽ പോവുകയാണ് അല്ലേ? കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്കും അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും പണം വരുന്നു. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ അവർ തമ്മിലുള്ള സ്വകാര്യ കരാറിനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും വീണ വിജയന് തൻ്റെ അച്ഛൻ്റെ പാർട്ടിയെയോ തൻ്റെ അച്ഛൻ്റെ സർക്കാരിൻ്റെയോ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ കരാർ എന്താണെന്നൊന്ന് പുറത്തു പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? എൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ അതാണ്. എന്തായിരുന്നു ഇവർ തമ്മിലുള്ള കരാർ? എന്ത് സേവനമാണ് കൊടുത്തത്? കേരളത്തിലെ ഓരോ സാധാരണക്കാരനും ചോദിക്കുന്ന ചോദ്യം അതാണ്. 1600 രൂപ ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആളുകൾ കോടതിയിൽ പോകുന്നു, മറിയക്കുട്ടിയെ പോലുള്ള ആളുകൾ. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോകുന്നു. എന്തിനാ? അവരുടെ അക്കൗണ്ടിലേക്ക് വന്ന അനധികൃത പണത്തെക്കുറിച്ചുള്ള അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതിനെ മറയാക്കാൻ വേണ്ടിയിട്ട് KSIDC എന്ന് പറഞ്ഞ പൊതു സ്ഥാപനം, CMRL എന്ന് പറഞ്ഞ കമ്പനി, KSIDCക്ക് 10-15% ഓഹരിയുള്ള ഒരു കമ്പനി ഹൈക്കോടതിയിൽ പോകുന്നു, ഡൽഹി ഹൈക്കോടതിയിൽ അടക്കം പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഇതിനെക്കുറിച്ച് അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇവിടെ KSIDCക്ക് വേണ്ടിയിട്ട് ഹാജരായ വക്കീലാരാ? വൈദ്യനാഥൻ, CS വൈദ്യനാഥൻ. ആ വൈദ്യനാഥൻ ആരാ? അയോധ്യ കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ വക്കീല്. അപ്പോൾ ഇതിലെല്ലാം കുറേ നെക്സസുകളുണ്ട്. ഞാൻ പറയുന്നത് അഡ്വക്കേറ്റ് ബൽദേവ് സച്ദേവ് പറയേണ്ട ഒരൊറ്റ ഉത്തരം, എന്തായിരുന്നു ഇവർ തമ്മിലുള്ള കരാർ? എന്ത് സേവനമാണ് മുഖ്യമന്ത്രിയുടെ മകൾ കൊടുത്തത്? അതൊരു സാധാരണ പൗരന് കേരളത്തിൽ ചോദിക്കാനുള്ള അവകാശമില്ലേ? ആ ഉത്തരം പറഞ്ഞിട്ട് വേണ്ട ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ. ഇനി CMRL കമ്പനി അഴിമതി നടത്തി എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ അവർ അനധികൃതമായിട്ട് കണക്ക് പെരുപ്പിച്ച് കാണിച്ചു എന്നുള്ളത് മറ്റൊരു വിഷയം. അത് കമ്പനികാര്യ മന്ത്രാലയവും മറ്റു വകുപ്പുകളും അന്വേഷിക്കട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്കും അവരുടെ അക്കൗണ്ടിലേക്കും പണം വരുമ്പോൾ അത് അഴിമതിയാണ് സാർ. കേരളത്തിലെ BJPക്കാരോ കോൺഗ്രസ്സുകാരോ CPMക്കാരോ ആരുമായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ നേതാവിനും റെസീറ്റ് വെച്ച് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അക്കൗണ്ട് വഴിയോ ബൈ ഹാൻഡോ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സംഭാവനയുടെ പരിധിയിൽ പെടുത്താം, അത് രാഷ്ട്രീയ ചർച്ചയാക്കാം. പക്ഷേ കേരളത്തിലെ പ്രോമിനന്റ് പേഴ്സൺ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് അഴിമതിയുടെ പരിധിയിൽ വരും. മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ വേണ്ടി മകളുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുത്താണെന്ന് ഏത് സാധാരണക്കാരൻ ചോദിച്ചാലും നിങ്ങൾ എന്ത് മറുപടി പറയാ? അത് രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്താണെന്നോ? എങ്കിൽ MV ഗോവിന്ദന് കൊടുക്കണമായിരുന്നു. MV ഗോവിന്ദന്റെ ആർക്കെങ്കിലും കൊടുക്കണമായിരുന്നു.
മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തിനാണ് പണം കൊടുത്തതെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് അഴിമതിയാണ്. മുഖ്യമന്ത്രിയിൽ നിന്ന് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ സർക്കാർ വന്നതിന് ശേഷം അവർക്ക് കിട്ടിയിട്ടുള്ള ചില സൗകര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടി പരിശോധിക്കണം. വ്യവസായ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഒക്കെ വന്നിട്ടുള്ള സൗകര്യങ്ങളെ കുറിച്ചും കൂടി ചർച്ച ചെയ്യണം. അപ്പൊ മുഖ്യമന്ത്രിയുടെ മകള് നിഴലിൽ നിൽക്കുന്നു, മുഖ്യമന്ത്രി നിഴലിൽ നിൽക്കുന്നു. നിങ്ങൾ പേര് പറഞ്ഞല്ലോ, മഞ്ജുഷ ചോദിച്ചു OC RC KK IK എന്ന് ഒക്കെ പറയുന്നു. ആയിക്കോട്ടെ, ഞങ്ങളുടെ നേതാക്കന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ CMRL കമ്പനിയിൽ നിന്ന് സംഭാവന വാങ്ങിയിട്ടില്ലെന്ന്? പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സംഭാവന വാങ്ങി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. MB ഗോവിന്ദന്റെ ഭൂമി പണയം വെച്ച പണം കൊണ്ടല്ല CPM പ്രവർത്തിക്കുന്നത്. K സുരേന്ദ്രന്റെ ഭൂമി വിറ്റ പണം കൊണ്ടല്ല BJP പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുസമൂഹത്തിൽ നിന്നും വ്യവസായികളിൽ നിന്നും മുഴുവൻ ആളുകളിൽ നിന്നും സംഭാവന സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള എന്റെ ബോധ്യം. ശരിയാണ്. ആ ലിസ്റ്റിൽ ഒരു PV മാത്രമേ സമ്മതിക്കാതെയുള്ളൂ, ബാക്കി എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. ഒരു PV മാത്രമേ സമ്മതിക്കാൻ ബാക്കിയുള്ളൂ. ഒറ്റ കാര്യം കൂടി മഞ്ജുഷേ, ഒരു കാര്യം കൂടി പറയട്ടെ മഞ്ജുഷേ, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിലൊരു PV മാത്രം എന്തുകൊണ്ട് അത് സമ്മതിക്കാതെ വരുന്നത്? വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം വരുമ്പോൾ അച്ഛൻ മാറ്റി പറയാണ് ആ PV ഞാനല്ല എന്ന്. വീണ വിജയന്റെ അച്ഛനല്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ അത്? എങ്ങനെ അങ്ങനെ പറയാൻ പറ്റുക? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിന് പറയാമല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ മേടിച്ചത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സംഭാവനയാണെന്ന്. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി തന്നെ തള്ളിപ്പറയാണ്. ആ PV ഞാനല്ല എന്ന് പറഞ്ഞാൽ ആ PV ആരാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത CPM-ന് കൂടിയുണ്ട്. കാരണം ഇതിൽ ആരോപണ വിധേയമായിട്ട് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളാ, മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ മന്ത്രിയുടെ ഭാര്യയാ. അപ്പൊ അതിനെക്കുറിച്ച് മറുപടി പറയാൻ CPM-കാർക്ക് അവകാശമുണ്ട്. അവർ പറയണം, അത് കേൾക്കാൻ നമുക്കൊക്കെ ബാധ്യതയിൽ നമുക്കൊക്കെ തള്ളിക്കളയുകയാണ്. PV എന്നുള്ളത് പിണറായി വിജയൻ അല്ല, ഈ നിലപാടാണ് ഉള്ളത്. മുഖ്യമന്ത്രി തന്നെ അക്കാര്യം പറഞ്ഞിട്ടുള്ളതുമാണ്. ശരി ഷോൺ, അതിനകത്ത് ജിൻഡോ പറയുന്നതിനകത്ത് ഒരു വ്യത്യസ്ത അഭിപ്രായം. ഈ കോൺഗ്രസിന്റെ നേതാക്കള് പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അവരെല്ലാം പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം അത് കൈപ്പറ്റേണ്ടത് പാർട്ടികളാണ്. പക്ഷെ ഇതിനകത്ത് വ്യക്തികളാണ് കൈപ്പറ്റിയിട്ടുള്ളത് എന്നുള്ളൊരു ആക്ഷേപം അതിനകത്ത് നിലനിൽക്കുന്നു. അത് ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പൊ രണ്ടാമത് ഈ CS വൈദ്യനാഥൻ ഇതിനു വേണ്ടി അപ്പിയർ ചെയ്തു എന്ന് പറയുന്നു. അത് ഞാൻ സ്വാഭാവികമായി ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ ഒരു കേസ് ഏൽപ്പിച്ചാലും ഞാൻ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അത് വക്കീൽമാർ ഇപ്പോ ബലദേവ് സാർ ആണെങ്കിലും അത് CPM-മാരുടെ മാത്രം കേസല്ലല്ലോ ബലദേവ് സാർ നടത്തുന്നത്. പക്ഷെ അതുപോലെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവുകൾ ഈ CS വൈദ്യനാഥൻ അയോധ്യ കേസ് നടത്തി എന്നുള്ളത് ശരിയാണ് വൈദ്യനാഥൻ സാർ. പക്ഷേ കപിൽ സിബൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോ CMRL-ന് വേണ്ടി അപ്പയർ ചെയ്തതും അത് അദ്ദേഹത്തിന് വേണ്ടി അപ്പയർ ചെയ്തത്. അത് ഞാൻ ഓർമ്മിച്ചെന്നുള്ളൂ. പിന്നെ CPM എല്ലാ കാലത്തും അവരുടെ നിലപാടുകൾ തിരുത്തിക്കൊണ്ടിരുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹം കോൺഗ്രസിലായിരുന്നു, അദ്ദേഹം ഇപ്പോൾ സമാജ്വാദി പാർട്ടിയിലാണ്. അല്ല, കപിൽ സിബലാണ് അപ്പിയർ ചെയ്തതെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ഘടകകക്ഷിയാണ്. എന്താണെങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കാം. ഇപ്പോ ബൽദേവ് സാർ ഞാനുമായി ഈ 10 മാസത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞൊരു 10 പ്രാവശ്യമെങ്കിലും ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. പക്ഷെ തുടക്കത്തിലുണ്ടായിരുന്ന നിലപാടിലല്ല അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെയും ആ കേസ് നിലനിൽക്കില്ല എന്ന നിലപാടിലേക്ക് ബൽദേവ് സാർ പോലും മാറി. തുടക്കത്തിൽ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നത് 2 കമ്പനികൾ തമ്മിൽ ഒരു ഇടപാട് നടത്താൻ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഈ നാട്ടിൽ കമ്പനി നടത്താൻ അവകാശമില്ല എന്ന് ചോദിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പൊ കാണാനില്ല. അദ്ദേഹം ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ തയ്യാറില്ല. അവരാരും ഇനി രംഗത്ത് വരുമെന്നും എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇപ്പോൾ പറയുന്നത് ഇപ്പോ വീണ വിജയന്റെ കമ്പനി പണം കൈപ്പറ്റിയിട്ടുണ്ട്, അതിന്റെ സേവനങ്ങൾ കൊടുത്താലും ഇല്ലെങ്കിലും ഒരു നിയമ നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല. സാർ ആ സെക്ഷൻ 447 സാറിന്റെ കയ്യിൽ ആ ആക്ട് ഉണ്ടെന്ന് തോന്നുന്നു, ആ ആക്ട് കയ്യിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം. സാർ ആ ആക്ട് മുഴുവനായിട്ടും വായിക്കണം. SFIയുടെ അധികാര പരിധിയിൽ SFIയെ സംബന്ധിച്ചിടത്തോളം ആ മദർ കമ്പനിക്കെതിരെ മാത്രമല്ല സീരിയസ് ഫ്രോഡിൽ, അതായത് ആ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ രജിസ്റ്റേർഡ് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയിൽ ഒരു ഫ്രോഡ് നടന്നാൽ അതിന്റെ എല്ലാ ആസ്പെക്റ്റിലും എവിടെയൊക്കെ ക്രൈം നടന്നിട്ടുണ്ടോ അവരെ എല്ലാം പ്രതി ചേർക്കുവാനും അവരെ എല്ലാം പ്രോസിക്യൂട്ട് ചെയ്യാനും SFIക്ക് അധികാരമുണ്ട്. അത് സെക്ഷൻ 212 ക്ലോസ് A അനുസരിച്ച് വ്യക്തമാണ്. സെക്ഷൻ 447 അനുസരിച്ചും SFIക്ക് അധികാരമുണ്ട് എന്നുള്ള കാര്യം വിനയപൂർവ്വം സാറിനെ ഓർപ്പിക്കുന്നു. ശരി, ബൽദേവ് മറുപടി. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിയമവും നീതിയും രണ്ടാണ്.
നീതിപരമായിട്ട് നിങ്ങൾ പറയുന്നത് ശരിയാണ്. വീണ വിജയൻ പണം കൈപ്പറ്റിയത് തെറ്റാണ്, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്ന നിയമമാണ്, കോടതി നടപ്പിലാക്കുന്ന നിയമമാണ്, നീതിയല്ല. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉദാഹരണം അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമാവും. തൃശ്ശൂർ ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന ഒരു സ്ത്രീയുടെ കെട്ടിടത്തിൽ നിന്ന് MDM പിടിക്കുകയും 68 ദിവസം വരെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. 68ാം ദിവസം റിപ്പോർട്ട് കൊടുത്തു, ഇവരെ കബളിപ്പിക്കുകയായിരുന്നു. അപ്പൊ കോടതി നടപ്പിലാക്കിയ നിരപരാധിയായ ഒരു സ്ത്രീ ജയിലിൽ കിടന്നു. നീതി കിട്ടിയില്ല ആ സ്ത്രീക്ക്, കോടതിയിൽ നിന്ന് നീതി ലഭിക്കാറില്ല. ഞാൻ പറയുന്ന നിയമമാണ്. നീതിപരമായിട്ട് വീണ വിജയന്റെ മകൾ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് 100% തെറ്റാണ്. പക്ഷേ നിയമപരമായിട്ട് ഒരു എഗ്രിമെന്റ് പുറത്ത് പണം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. കോടതിയിൽ വരുമ്പോൾ കോടതി ആ എഗ്രിമെന്റ് കറക്റ്റായിട്ട് വെരിഫൈ. എന്താ എഗ്രിമെന്റ്? CMRLന് ചില സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് ചില സേവനങ്ങൾ ചെയ്തു കൊടുക്കാവുന്ന. ശരി, അപ്പോൾ പക്ഷേ ധാർമ്മികമായിട്ട് തെറ്റാണ് എന്ന് താങ്കൾ സമ്മതിക്കുകയാണ്. ധാർമ്മികമായി നോക്കുമ്പോൾ അത് തെറ്റാണ്. കാരണം പക്ഷേ ഞാൻ അല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്ക് കമ്പനി നടത്തുന്നതിൽ എന്ത് കുഴപ്പമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ നേരായ രീതിയിലാണ് കമ്പനി നടത്തുന്നതെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ തിരുത്തി വായിക്കണം. ഇല്ല, അതൊന്നും അവർ പറയുന്നതേ ഇല്ല. അതൊന്നും ഈ ഒരു പ്രോമിനന്റ് വീണ വിജയൻ മകൾ അല്ലെങ്കിൽ വീണ വിജയൻ ആരുമല്ല സാർ. അല്ല, ഞാൻ മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ വീണ വിജയൻ ഒരു സാധാരണ പെൺകുട്ടിയാണ്. അവരൊരു ഫ്രോഡാന്ന് ഞാൻ പറയില്ല. പക്ഷേ വീണ വിജയൻ പണം കൈപ്പറ്റിയിട്ടുണ്ട് എങ്കിൽ വീണയുടെ പണം കൈപ്പറ്റിയിട്ടുള്ളത് പിണറായി വിജയന് കൊടുത്ത കൈക്കൂലിയാണ് സാർ. അതുകൊണ്ട് എന്റെ പ്രശ്നം തീർന്നു. ഞാൻ പറയട്ടെ ഷോണെ, അതായത് നിയമപരമായിട്ട് അവർക്കെതിരെ ഒരു കേസ് ഈ ഇപ്പോഴത്തെ നിലവിലുള്ള ഇന്ത്യയിലെ നിലവിലുള്ള നിയമം അനുസരിച്ച് നിൽക്കില്ല. സീരിയസ് ഫ്രോഡ് ഞാൻ പറയട്ടെ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് അങ്ങ് അംഗീകരിച്ചു. കൈപ്പറ്റിയ പണം പിണറായി വിജയന് വേണ്ടിയാണ് കൈപ്പറ്റിയത് എന്നുള്ളത് വ്യക്തമല്ലേ? അത് ശരിയായില്ല, അങ്ങനെ കൈപ്പറ്റിയത് ശരിയായില്ല എന്നും അഡ്വക്കേറ്റ് പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ സർവീസ് കൊടുത്തിട്ടില്ലെങ്കിൽ തെറ്റാണെന്ന് തന്നെയാണ് എന്റെ സ്റ്റാൻഡ്. ഞാനായാലും പണം വാങ്ങിച്ചിട്ട് സർവീസ്. അപ്പൊ ആ പണം എങ്ങോട്ട് പോയി സാർ? അത് ആർക്ക് വേണ്ടിയാണ് കൈപ്പറ്റിയത്? അതൊരു വിഷയമല്ല സാർ. വീണ വിജയൻ ഈ ചർച്ചയിലെ വിഷയമല്ല. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു തേർഡ് പേഴ്സൺ ആണ് സാർ. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് കൊടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറയട്ടെ, എന്റെ ഇന്റർവ്യൂ അറിയാതെ ഞാൻ തുടക്കത്തിൽ ഇപ്പോഴും ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നതാണ്. ആരായാലും ഇങ്ങനെ പണം കൈപ്പറ്റിയിട്ട് സേവനം കൊടുക്കുന്നില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് വീണ വിജയൻ അല്ല, ഷോൺ ജോർജ് വാങ്ങിച്ചാലും ഞാൻ വാങ്ങിച്ചാലും വേറെ ആൾ വാങ്ങിച്ചാലും എല്ലാം തെറ്റ് തന്നെയാണ്. പക്ഷേ അതിന്റെ വലിയ നിയമസാധ്യതയാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. എന്താ, കേന്ദ്ര ഗവൺമെന്റ് അവിടെ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വരും. ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വന്നാൽ ഒരു പക്ഷേ ട്രയൽ നടത്താൻ പറയും. ആ ട്രയൽ വരുമ്പോൾ കോടതിയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിനുദാഹരണമാണ് ഞാൻ തൃശ്ശൂരിലെ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത്. അവിടെ വരുമ്പോൾ കോടതിയിൽ വേണ്ടത് എന്താ? ഇവര് സീരിയസ് ഫ്രോഡ് അനുസരിച്ച് സെക്ഷൻ 206(4) അനുസരിച്ചാണ് ആദ്യമായിട്ട് അവർക്കെതിരെ കയറി വരുന്നത്. അത് രജിസ്ട്രാറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 208 അനുസരിച്ച് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 206(4) അനുസരിച്ച് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടന്ന് അന്വേഷിക്കാം. അങ്ങനെ SFI കൊടുക്കുമ്പോൾ വീണ്ടും എൻക്വയറികൾ വരാം. 447 അനുസരിച്ച് അവർ വയലേഷൻ നടത്തിയിട്ടുണ്ടോ? ഇതൊക്കെ വരുമ്പോൾ വീണ വിജയന്റെ കമ്പനിയിലേക്ക് വരുമ്പോൾ അവർ എഗ്രിമെന്റ് അനുസരിച്ച് പണമാക്കിയിരിക്കുന്നു, സർവീസ് ചെയ്ത് കൊടുത്തില്ല എന്ന്. ശരി, അങ്ങനെയൊക്കെയാണെങ്കിൽ പൊതുജന സമക്ഷം ഇക്കാര്യങ്ങൾ ബോധ്യമാണ്. അത് താങ്കൾക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. ജിൻഡോ എന്താണ് പറയാൻ വന്നത്? ജിൻഡോ പിന്നെ പറയാം, ഞാൻ പറയട്ടെ. അപ്പോൾ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ ഷോൺ, ആ പണത്തിന്റെ അല്ല പ്രശ്നം. ശരി, താങ്കൾ പറഞ്ഞു അത് പണം കൈപ്പറ്റിയത് ശരിയായില്ല, പക്ഷെ നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു എഗ്രിമെന്റ് അവിടെ ഉള്ളത് കൊണ്ട്. വീണ ജോർജിനെതിരെ നിൽക്കില്ല. അത് മാത്രമേ ഞാൻ തുടക്കത്തിലേ പറയുന്നുള്ളൂ. കാശ് വാങ്ങിച്ചിട്ടുണ്ടാകാം, പക്ഷെ ആ തെറ്റാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കേസ് നിൽക്കില്ല. അതുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കട്ടെ. പക്ഷേ കേരളത്തിലെ ഇത്രയും നാളത്തെ ചാനൽ ചർച്ചകളിൽ ആദ്യമായിട്ട് ഒരു ഇടതുപക്ഷ പ്രതിനിധി പറയുകയാണ് വീണ വിജയൻ മേടിച്ച പണം തെറ്റായിരുന്നു, അത് നിയമപരമായിട്ട് ചിലപ്പോൾ ശരിയാണെങ്കിൽ പോലും നീതി എന്നുള്ളത് അതിലില്ല എന്ന് സമ്മതിച്ചതിന് ആദ്യമേ തന്നെ താങ്കളെ സല്യൂട്ട് ചെയ്യാണ്. താങ്കളാണ് ആദ്യമായിട്ട് അത് സമ്മതിക്കുന്നത്. ഞങ്ങൾ എത്രയോ മാസങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പണമാണിത്. ഇത് വീണ വിജയൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് കൊടുത്ത പണമല്ല. കേരളത്തിലെ എത്രയോ കമ്പനികൾ, IT കമ്പനികൾ പ്രവർത്തിക്കുന്നു. ആ IT കമ്പനികൾക്ക് CMRL പണം കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ ഇവർ തമ്മിൽ ഒരു കരാറുണ്ട്. സേവനം കൊടുക്കാതെ പണം വാങ്ങിയെങ്കിൽ അത് തെറ്റാണെങ്കിൽ ആ പണം ആർക്ക് കൊടുത്തു? അത് ആ പ്രോമിനന്റ് പേഴ്സണെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാ.
അത് ഷോൺ ജോർജിനോ ജിൻഡോ ജോണോ മഞ്ജുഷിനോ താങ്കൾക്കോ തന്നില്ലല്ലോ. അപ്പോൾ വീണ വിജയന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വീണ വിജയന്റെ അച്ഛനായിട്ടുള്ള പിണറായി വിജയനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോമിനന്റ് പേഴ്സൺ ആയിട്ടുള്ള പിണറായി വിജയൻ കൊടുത്ത പണം അഴിമതിയാണ്. ആ പണം വീണ വിജയൻ മേടിച്ചാലും അത് പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞാ ലംഘനമാണ്, മുഹമ്മദ് റിയാസിന്റെ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റൊരു മന്ത്രിയും അവരുടെ ഏറ്റവും അടുത്ത ബന്ധു ഇങ്ങനെ ചെയ്യാത്ത ജോലിക്ക് പണം വാങ്ങുക എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് തെറ്റാണ്. ഈ കേസ് അഴിമതിയാണ്. SFIയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. 20-ാം തീയതിക്ക് മുമ്പ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വിധി അത് അതിന് നിർണായകവുമാണ്. അത് SFI അന്വേഷണം ഇനി തുടർന്ന് അങ്ങോട്ട് എങ്ങനെയായിരിക്കും നടക്കുക എന്നതിന്റെ ഒരു ചൂണ്ടുപലക കൂടി ആയിരിക്കും. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മാസപ്പടി കേസ് അന്വേഷണം ശരിയായ ദിശയിലോ? അതെ എന്ന് 39% പ്രേക്ഷകർ, അല്ല എന്ന് 56%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.